ഞാനും നീയും നിത്യജയാളിയായിട്ട് ജീവിക്കുവാൻ സാധിക്കും. അഥവാ എനിക്കും നിനക്കും നിത്യജയാളിയായിട്ട് ജീവിക്കുവാൻ സാധിക്കും. ഒരു ദിവസത്തെ ജയാളിയല്ല, നിത്യജയാളിയായിട്ട്. കാരണം യേശു നമ്മുടെ കൂടെയുണ്ട്. വേദപുസ്തകം കയ്യിലുണ്ടോ? വേദപുസ്തകം കയ്യിലുള്ളവരൊക്കെ വേദപുസ്തകം എടുത്തു കഴിഞ്ഞ് ദൈവത്തിനൊരു സ്തോത്രം പറയാം. നമ്മുടെ ഭാഷയിൽ വേദപുസ്തകം തന്നിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ഫോണല്ല, ഹോളി മൊബൈൽ ഫോണല്ല, ഹോളി ബൈബിൾ. ഭാര്യയ്ക്കും ഭർത്താവിനും കൂടെ ഒരു ബൈബിളല്ല, അത് സാഹിബ്മാർ ചെയ്യുന്ന കാര്യമാണ്. നമ്മുടെ കയ്യിൽ അപ്പിന ബൈബിൾ, നമ്മുടെ സ്വന്തം ബൈബിൾ. ഒന്നുകൂടെ സ്തോത്രം. നമ്മുടെ ഭാഷയിൽ വേദപുസ്തകം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം അധികം പേർക്കും മനസ്സിലാകത്തില്ല. ഒരു വേദപുസ്തകം, ചിലരുടെ വിചാരം ഇങ്ങനെ ഇരുന്നോട്ട് അങ്ങ് പരിഭാഷപ്പെടുത്താമെന്ന്. എൻ്റെ തങ്കക്കുടമേ, ഒരു വേദപുസ്തകം പരിഭാഷപ്പെടുത്താൻ കിങ് ജെയിംസ് വേർഷൻ ബൈബിളിനെ പറ്റി എനിക്കറിയാം, ബാക്കിയുള്ളതും പലതും അറിയാം. 40 പേരാണ് ഇരുന്നിട്ട് ബൈബിൾ പരിഭാഷപ്പെടുത്തിയത്. 40 പേര് വേദപണ്ഡിതന്മാർ. അവരെല്ലാവരും 40 വയസ്സിന് മേളിലുള്ളവരായിരുന്നു. അവർ 40 പേരും കല്യാണം കഴിക്കാത്തവരായിരുന്നു. കാരണം അവരുടെ ചിന്തയെങ്ങും പോകത്തില്ല. വീടിനെ പറ്റിയില്ല, പാല് വാങ്ങിച്ചിട്ടില്ല, കൊച്ചിനെ പള്ളിക്കൂടത്തിനോട് ഒന്നുമില്ല. 40 പേര്. വലിയ പ്രയാസമാണ്. കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഗോഡ് സ്പോക്ക് ടിബറ്റൻ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഒരാളെ വായിച്ചുള്ളൂ. വർഗീശ്വരരും വായിച്ചില്ലയോ? വായിക്കണം കേട്ടോ. ഗോഡ് സ്പോക്ക് ടിബറ്റൻ മലയാളത്തിലുണ്ട്, എല്ലാ ഭാഷയിലുണ്ട്, ലോകത്തിലെ എല്ലാ ഭാഷകളിലും ഉണ്ട് അവസ്ഥ. അത് വായിക്കുമ്പോഴറിയാം ഒരു വേദപുസ്തകം പരിഭാഷപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ വേദപുസ്തകം എടുക്കുമ്പോഴൊക്കെ ദൈവത്തിന് സ്തോത്രം വേണം. കർത്താവ്, എൻ്റെ ഭാഷയിൽ നീ എനിക്ക് വേദപുസ്തകം തന്നിരിക്കുന്നല്ലോ, ഹല്ലേലൂയ പറയാം. നിനക്കും എനിക്കും നിത്യജയാളിയായിട്ട് ജീവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. എന്താ കാര്യം? യേശു നമ്മുടെ കൂടെ ഉള്ളതിനാൽ, യേശു എൻ്റെ കൂടെ ഉള്ളതിനാൽ. ഹല്ലേലൂയ. ഇതാ യേശു കൂടെ ഉണ്ടെന്നുള്ളതിന് ഉറപ്പെന്താണ്? രാവിലെ എഴുന്നേറ്റിരുന്ന് ഞാൻ ഉണ്ടാക്കിയ മെസ്സേജാണിത്. മത്തായി എഴുതിയ സുവിശേഷം 28:20. യേശു ക്രിസ്തു പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഞാനോ 2-3 കാര്യത്തിനകത്ത് നമുക്ക് ഓർക്കാം. ഞാനോ ആരാണ് ഞാൻ? പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. മോശ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായിപ്പനുമായ യത്രോവിൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീപിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തു പോകാതെ ഇരിക്കുന്നതും കണ്ടു. മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്നത് ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അവനെ മോശെ എന്ന് വിളിച്ചു. അതിനവൻ ഇതാ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവന് ഇങ്ങോട്ട് അടുക്കരുത്. 2-4 വാക്യങ്ങൾ ഒന്നിച്ച് വായിക്കുകയാണ്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അടിച്ചു കളക എന്ന് പറഞ്ഞു. ഞാൻ അബ്രഹാമിൻ്റെ ദൈവം. ആരാണ് നമ്മുടെ ദൈവം? ഞാൻ എന്ന് പറഞ്ഞവൻ ആരാണ്? കേട്ടാട്ടെ. ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിന്റെ പിതാവിൻ്റെ ദൈവമാകുന്നു എന്നും അവൻ അരുളി ചെയ്തു. പിന്നെയുണ്ട് അതേ അധ്യായത്തിൽ തന്നെ അവൻ ആരാണെന്ന്. നമ്മുടെ ദൈവം ആരാണ്? അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. വല്ലപ്പോഴുമൊക്കെ ഉൽപ്പത്തി പുസ്തകം വായിക്കണം. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പഴയ നിയമത്തിലെ പുസ്തകം സങ്കീർത്തനമല്ല, ഉൽപ്പത്തി പുസ്തകമാണ്. സങ്കീർത്തനം എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, ഉൽപ്പത്തി പുസ്തകമാണ്. കാരണം എൻ്റെ ദൈവം ആരാണെന്ന് മനസ്സിലാക്കുവാൻ എനിക്കതിനകത്ത് സാധിക്കും. ഞാൻ ആരാധിക്കുന്നത് സങ്കീർത്തനം വായിച്ചിട്ടാണ്. ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് സദൃശ്യവാക്യം വായിച്ചിട്ടാണ്. എല്ലാ ദിവസവും ഒരു അധ്യായം സദൃശ്യവാക്യം ഞാൻ വായിക്കും, സങ്കീർത്തനം വായിക്കും. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ പഠിക്കുന്നു, ഇത്രയും നാളായിട്ട് പഠിക്കുന്നു, പക്ഷെ മതിയായിട്ടില്ല. പുതിയ നിയമത്തിനകത്ത് എനിക്കിഷ്ടം യോഹന്നാൻ്റെ സുവിശേഷമാണ്. അതിനകത്ത് യേശു ആരാണെന്ന് എനിക്ക് മനസ്സിലാവും. ഐ ആം ഞാനാകുന്നവൻ എന്ന് പറയുന്നുണ്ട്. മോശയുടെ കൂടെ 40 വർഷം നടന്നു ഈ മോശയുടെ കൂടെ ദൈവം. ഇപ്പോഴല്ല. മോശയ്ക്ക് ഈ സമയത്ത് 80 വയസ്സ് പ്രായമുണ്ട്. 40 വർഷം അവൻ കൊട്ടാരത്തിലായിരുന്നു. 40 വർഷം അവൻ മരുഭൂമിയിൽ ആടുകളെ മേയ്ക്കുകയായിരുന്നു. ആ സമയത്താണ് ദൈവം വന്നിട്ട് പറയുന്നത് മോശെ എന്ന് വിളിക്കുന്നു. അവിടെ ഒന്നുകൂടെ വായിക്കാം.
ചെറിയൊരു കാര്യം അവിടെ കാണിക്കാനുണ്ട്, ചൂണ്ടിക്കാണിക്കാനുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പാസ്റ്റർമാർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, എങ്കിലും നമുക്കൊന്ന് പോവാം. മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായിപ്പനുമായി യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവന് ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോരേബ് പർവ്വതത്തിൻ്റെ അവിടെ വരെ പോയി. ഇംഗ്ലീഷിനകത്ത് എഴുതിയിരിക്കുന്നത് ബിഹൈൻഡ് ദ ഡെസേർട്ട് എന്നാണ്. മരുഭൂമിയുടെ പുറകിൽ, കാശിന് കൊള്ളാത്ത സ്ഥലം. അവൻ്റെ ജീവിതത്തിനകത്ത്, കാരണം ഈ പോച്ച അന്വേഷിച്ച് നടക്കും ആട്ടിടയന്മാർ. പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ വരുവാൻ, ഞാൻ കാട്ടുപ്രദേശത്തു നിന്ന് വന്നതാണ്. ആട്ടിടയന്മാരും താറാവിനെ തീറ്റുന്നവരും സീസണൽ ഫുഡ് നോക്കിയിട്ട്, അവരുടെ മൃഗങ്ങൾക്കും താറാവിനും വേണ്ടി അവരിങ്ങനെ വരും. അതുപോലെ എവരും ഇതുപോലെയാണ്. വീട്ടിൽ നിന്ന് പോയാൽ ചിലപ്പോൾ 3 മാസം കഴിഞ്ഞിട്ടായിരിക്കും തിരികെ വരുന്നത്, ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും തിരികെ വരുന്നത്. ഇവിടെ വന്നു, ഇവിടുത്തെ പോച്ച തീർന്നു, പിന്നെ അപ്പുറത്തോട്ട് പോയി, അവിടുത്തെ പോച്ച തീർന്നു, പിന്നെ അപ്പുറത്തോട്ട് പോയി. അപ്പോഴത്തേക്ക് മരുഭൂമിയുടെയും പുറകിൽ അന്വേഷിച്ച് നടക്കുക. ഒരു വിധത്തിൽ പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിനകത്ത് ഒരു താഴ്ന്ന സമയത്താണ് ഇത് സംഭവിച്ചത്. മരുഭൂമിയുടെയും പുറകിൽ അവനായിരുന്നു, അല്ലേ, അവൻ്റെ ജീവിതത്തിനകത്ത്. ഇവിടെ ചിലരിത് വായിച്ചിട്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഒന്ന് വായിക്കാം. മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായിപ്പനുമായി യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട്. ഇത് വായിച്ചിട്ട് ചിലർ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവന് സ്വന്തമായിട്ട് പോലും 10 ആടില്ലായിരുന്നു, അമ്മായിയപ്പൻ്റെ ആടായിരുന്നു. 40 വർഷം അമ്മായിയപ്പൻ്റെ ആടിനെ മേയിച്ചു നടന്നപ്പോൾ അവൻ അതിൻ്റെ പാർട്ട്ണറായി കാണും. ആദ്യത്തെ 7 വർഷമൊക്കെ ചിലപ്പോൾ സ്ത്രീധനമായിട്ട്, നമ്മുടെ നാട്ടിലാണ് സ്ത്രീധനം പെണ്ണിൻ്റെ വീട്ടുകാർ അങ്ങോട്ട് കൊടുക്കുന്നത്. ബാക്കി എല്ലാ നാട്ടിലും എൻ്റെ വിചാരം കേട്ടോ, ഞാൻ തീർത്ത് പറയുന്നില്ല, പെണ്ണിൻ്റെ വീട്ടുകാർക്ക് അങ്ങോട്ടാണ് കൊടുക്കുന്നത് സ്ത്രീധനം. കർത്താവേ, നമ്മുടെ നാട്ടിൽ കൂടെ അങ്ങനെ ഒന്ന് വരണേ, അതിനു മുമ്പേ എൻ്റെ മക്കളെ എല്ലാം കെട്ടിക്കണേ. എൻ്റെ മക്കളാരും കല്യാണം കഴിക്കാനില്ല, നിങ്ങളെ ഒന്ന് ചിരിപ്പിക്കാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പോട്ടെ. അപ്പോൾ 7 വർഷം ആ പെണ്ണിനെ കെട്ടിയതിന് വേണ്ടി സ്ത്രീധനമായിട്ട് ജോലി ചെയ്ത് കാണും. അങ്ങനെ യാക്കോബും ചെയ്തതാണ്, അല്ലേ? പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഈ 33 വർഷം അവൻ്റെ പാർട്ട്ണറായി കാണും. യാക്കോബും പാർട്ട്ണറായിരുന്നു, അല്ലേ? അപ്പോൾ അങ്ങനെ ചിന്തിച്ചാട്ടെ. അപ്പോൾ ഹി വാസ് നോട്ട് പുവർ. അവനൊരു ദരിദ്രനല്ലായിരുന്നു. പലരും അങ്ങനെ വിചാരിക്കുന്നു അവന് സ്വന്തമായിട്ട് 10 ആട് പോലും ഇല്ലായിരുന്നു. അല്ല, അവൻ അവൻ്റെ പാർട്ട്ണറായിരുന്നു. അമ്മായിയപ്പൻ്റെ ആടാണ്, പക്ഷേ അവൻ്റെ പാർട്ട്ണറാണ്. അവൻ്റെ നല്ല കാലത്ത് അവനെ ദൈവം വിളിച്ചു. ദൈവം നിങ്ങളെയും വിളിക്കുവാണെങ്കിൽ, അത് നിങ്ങളുടെ നല്ല കാലത്താണെങ്കിലും ദൈവത്തിലേക്ക് പോകണം. ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ VRS ഒക്കെ എടുത്തതിന് ശേഷം പോവും. ഒരാളിനെ പറഞ്ഞു തരാം, VRS എടുത്ത് വെച്ച സുവിശേഷ വേലയ്ക്ക് പോയി പച്ച പിടിച്ചെന്ന്. എനിക്കറിഞ്ഞൂടാ. ഐഡിയ കൊള്ളാം, ചിലർ പറയുന്നതാണ് കേട്ടോ. ഞാൻ ആരുടെയും ഒന്നും കാശ് വാങ്ങിക്കത്തില്ല. ആര് പറഞ്ഞു? പിന്നെ സ്വത്രാഴ്ച എടുക്കുന്നതിനാ? ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്ക് കുത്തുകൊള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് സത്യമാണ്. നിന്നെ വിളിക്കുന്ന സമയത്ത്, അത് നിൻ്റെ ഉയർച്ചയുടെ തലപ്പത്തിരിക്കുന്ന സമയത്താണെങ്കിലും വിളിക്കുന്ന സമയത്ത് പോകണം. കാരണം എൻ്റെ വേദപുസ്തകം പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യനോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കത്തില്ല. 6-ാം അധ്യായത്തിൽ 36 എപ്പോഴും സംസാരിക്കത്തില്ല. രക്ഷിക്കപ്പെടാൻ, സ്നാനപ്പെടാൻ, പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കാൻ, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കത്തില്ല. സംസാരിക്കുമ്പോൾ അവൻ്റെ ഉയർച്ചയുടെ ജീവിതത്തിനകത്ത് നല്ല കാലത്ത് 80-ാമത്തെ വയസ്സ്, അതത്ര നല്ലതാണെന്ന് നമുക്ക് ഇന്ന് തോന്നത്തില്ല. പക്ഷേ അന്നത്തെ കാലത്ത് 80-ാമത്തെ വയസ്സിൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പദ്ധതി ഉണ്ടായിരുന്നു. അവനെ വിളിച്ചു. ദൈവം നിങ്ങളെ വിളിക്കുന്ന സമയത്ത് സുവിശേഷ വേലയ്ക്ക് പോകണം. ദൈവ സമയത്ത് സുവിശേഷ വേലയ്ക്ക്, അല്ലെങ്കിൽ അവൻ പറയുന്നത് അനുസരിക്കണം. ഹല്ലേലൂയ. ഹോരേബ് വരെ ചെന്നു. ദൈവത്തിൻ്റെ പർവ്വതം ഹോരേബ്. അറിയാൻ വയ്യാത്തവർ എഴുതിക്കാട്ട്, അറിയാവുന്നവർ എഴുതണമെന്ന് നിർബന്ധമില്ല. ഹോരേബ് എന്നുള്ള വാക്ക്, ഹോരേബ് സീനായി പർവ്വതത്തിനകത്തെ ഒരു പർവ്വത നിരയാണ്. സീനായി പർവ്വത നിരയിലെ ഒരു പർവ്വതമാണ്. ഹോരേബ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഉണങ്ങി വരേണ്ടതെന്നാണ്, വലിയ ചൂടുള്ളതാണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ കത്തി ചാരമാക്കുന്നതാണ്. ഹോരേബിൽ മോശ പോയി, അവൻ കത്തി ചാരമായി ഒരു പുതിയ വ്യക്തിയായി തീർന്നു, ദൈവത്തിൻ്റെ ദാസനായി തീർന്നു. ഏലിയാവും പോയി, അവൻ്റെ ജീവിതത്തിനകത്ത് ക്ഷീണിച്ച സമയത്ത്, ഭയന്ന സമയത്ത് അവൻ അവിടെ ചെന്നു, ഹോരേബിൻ്റെ അവിടെ ചെന്നു. ദൈവം അവൻ ആഹാരം കൊടുത്തു.
ദൈവദൂതനിൽ കൊടുത്തു. അവൻ 40 പകലും 40 രാത്രിയും യാത്ര ചെയ്തു. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിനകത്ത് ക്ഷീണിച്ച സമയത്ത് ദൈവത്തിൻ്റെ ഒന്നും ഒരു ശക്തി കിട്ടണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ നമ്മളെല്ലാവരും ഹോരേബിൽ പോകണം. ഞാൻ പറഞ്ഞത് ഇസ്രായേലിലെ ഹോരേബിൽ പോകണമെന്നല്ല, നമ്മുടെ വീട്ടിലായിരിക്കാം. ഏതാനും ദിവസങ്ങൾ ഉപവാസ പ്രാർത്ഥനയിലിരിക്കണം. ഇനി ഒരു ഉപദേശം കൂടെ തരാം. 3 ദിവസത്തിലധികം ഉപവാസ പ്രാർത്ഥനയിലിരിക്കുന്നെങ്കിൽ ഒറ്റയ്ക്ക് ഉപവസിക്കരുത്. ഒന്നുകിൽ നിങ്ങളുടെ ഭാര്യ വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് വേണം, അല്ലെങ്കിൽ സഭയിലെ കുറച്ച് പേര് വേണം. യേശു 40 ദിവസം ഇരുന്നപ്പോഴത്തേക്ക് യേശുവിനെ പിശാച് പരീക്ഷിച്ചെങ്കിൽ നമ്മളും അധിക ദിവസം ഇരിക്കുവാണെങ്കിൽ നമ്മളോട് ചുറ്റും കുറച്ച് പേരുണ്ടായിരിക്കട്ടെ. ഒന്നുമല്ലെങ്കിൽ നിങ്ങളുടെ സ്പൗസ് ഉണ്ടായിരിക്കട്ടെ. പക്ഷെ 3 ദിവസം വരെ ഇരിക്കാം. ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഞാൻ 10 ദിവസം ഉപവാസ പ്രാർത്ഥന ഇരിക്കും എല്ലാ വർഷവും. ഈ വർഷവും ഇരുന്നു. ഞാനും ലില്ലി മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. എൻ്റെ അടുത്തുള്ള മക്കളെപ്പോലും വിളിക്കത്തില്ല, ഞാൻ ലില്ലി മാത്രം. ഈ വർഷത്തിൽ 18 പേരെ സുവിശേഷം പ്രസംഗിക്കാൻ എൻ്റെ വീട്ടിൽ വന്നത്. 18 പേരെ വിളിക്കാമെങ്കിൽ കുറേ രൂപ ചിലവുണ്ടല്ലേ. രൂപയല്ല വലുത്, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നതാണ്. ഹോരേബിൽ പോകുന്നതാണ്. ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞില്ല, പക്ഷേ ഹോരേബിൽ നമ്മളെല്ലാവരും കൂടെ പോകാൻ നോക്കണം. 4-ാമത്തെ വാക്യം ഞാൻ വായിച്ചോട്ടെ. ഹല്ലേലൂയ. മുൾപ്പടർപ്പ് തീ പിടിക്കുന്നത് കണ്ടു. അത് വെന്ത് പോകാത്തത് എന്താണെന്നറിയാനായിട്ട് അവൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. സ്വയം പറഞ്ഞു, നോക്കട്ടെ. എന്നിട്ട് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അവനെ മോശ എന്ന് വിളിച്ചു. വരുന്നത് കണ്ടപ്പോൾ. ഇതിനു മുമ്പേ ആരെങ്കിലുമൊക്കെ കണ്ടു കാണത്തില്ലയോ? ഈ മോശ മാത്രമേ കണ്ടുള്ളൂ? അല്ല, വേറെ ആരെങ്കിലുമൊക്കെ കണ്ടു കാണും. ഈ മോശയുടെ കൂടെ തന്നെ എത്ര ആട്ടിടയന്മാരുണ്ടെന്നറിയാം, ഒറ്റയ്ക്കല്ല. അപ്പോൾ അവരാരും തിരിഞ്ഞില്ല. തിരിഞ്ഞവനെ ദൈവം കണ്ടു. ഞാനും നീയും ദൈവത്തെങ്കിലേക്ക് തിരിയാമെങ്കിൽ ദൈവം നമ്മയും കാണും. എഴുതിയെടുക്കാൻ കൊള്ളാവുന്ന ഒരു കൊട്ടേഷൻ. എഴുതുന്നവർ വളരെ ചുരുക്കമാണ്. നിങ്ങൾക്കിതൊക്കെ അറിയാം, പിന്നെ എഴുതേണ്ട ആവശ്യമില്ല, അല്ലേ? നിങ്ങൾ ദൈവത്തെ ഗൗരവത്തോടെ കാണാമെങ്കിൽ ദൈവവും നിങ്ങളെ ഗൗരവത്തോടെ കാണും. അതുകൊണ്ട് ദൈവത്തെ നമ്മൾ ഗൗരവത്തോടെ കാണും. തിരിയുന്നത് കണ്ടപ്പോൾ അതുവരെ പറഞ്ഞില്ല. തീ കണ്ടും വെച്ച് അവനങ്ങ് പോയിരുന്നെങ്കിലോ ആ അവസരം വേറെ ആർക്കെങ്കിലും കിട്ടുമായിരുന്നു. നിനക്കുള്ള അവസരം വേറൊരാൾ അപഹരിച്ചുകൊണ്ട് പോകരുത്. അപ്പോൾ ദൈവം വിളിച്ചു, മോശേ. 2 പ്രാവശ്യം വിളിച്ചവരെ 7 പേരുണ്ട് വേദപുസ്തകത്തിൽ. വേഗത്തിൽ പറഞ്ഞു പോകാം, എങ്കിലേ എൻ്റെ സന്ദേശം തീരത്തുള്ളൂ. ആരൊക്കെയാണ്? 1, അബ്രഹാമേ. ഉൽപ്പത്തി 22:11 മുതൽ 13 വരെ. അനുസരിക്കുന്നവനെ ദൈവം 2 പ്രാവശ്യം വിളിച്ചു. പേരും അതിൻ്റെ യോഗ്യതയുടെ ദൈവം എനിക്കൊന്ന് രാവിലെ കാണിച്ചു തന്നത് പറയുകയാണ്. അബ്രഹാമിനെ വിളിച്ചു, അനുസരിക്കുന്നവനെ. മോനെ യാഗം കഴിക്കാൻ പോയതാണ്, അവനെ വിളിച്ചു 2 പ്രാവശ്യം. അബ്രഹാമേ അനുസരിക്കുന്നവനെ വിളിച്ചു. 2-ാമത്തെ കാര്യം, യാക്കോബേ. ഉൽപ്പത്തി 46:1 മുതൽ 4 വരെ. വാക്യം എഴുതുന്നവർ ആദ്യം അധ്യായം എഴുതണം, പിന്നെ വാക്യം എഴുതണം, പിന്നെ പുസ്തകം എഴുതണം. കാരണം നിങ്ങൾ പുസ്തകം എഴുതി കഴിഞ്ഞാൽ അധ്യായം എഴുതുമ്പോഴത്തേക്ക് വാക്യം അങ്ങ് മറന്നുപോകും. പിന്നെ അടുത്തിരിക്കുന്ന ആളിനെ ചൊറിയണം. 2-3 പ്രാവശ്യം ചൊറിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് ദേഷ്യം വരും. അതുകൊണ്ട് പറയുന്നു 46:1 മുതൽ 4 വരെ ഉൽപ്പത്തി. ആരെയാണ്? മിസ്രയീമിലേക്ക് പോകാൻ ഭയപ്പെട്ട യാക്കോബിനെ. വീട്ടിൽ പോയി നോക്കിയാൽ വിശദീകരിക്കുന്നില്ല, എൻ്റെ വിഷയം അതല്ല. 3, മോശേ നമ്മളത് കണ്ടു. തൻ്റെ അടുക്കിലേക്ക് തിരിഞ്ഞവനെ 2 പ്രാവശ്യം വിളിച്ചു. 4, ശമൂവേലേ 1 ശമൂവേൽ 3:1 മുതൽ 10 വരെ. 3:1 മുതൽ 10 വരെ 1 ശമൂവേൽ. എന്താ അദ്ദേഹത്തിൻ്റെ യോഗ്യത? ജീവിതകാലം മുഴുവൻ ദൈവത്തിനായിട്ട് സമർപ്പിച്ച ദൈവാലയത്തിൽ വന്നവനാണ്. 2 വിധത്തിൽ നമുക്ക് സമർപ്പിക്കാം. 1, 2 വർഷത്തേക്ക് ദൈവവേല ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ജോലിയോടൊപ്പം ദൈവവേല ചെയ്യണം. അതൊക്കെ സമർപ്പണമാണ്. പക്ഷേ ശമൂവേലിനെ അവൻ്റെ അമ്മ കൊണ്ട് കൊടുത്തതും അവനും സമ്മതിച്ചാണ്, ഞാൻ പൊയ്ക്കോളാമെന്ന്. ഒറ്റയ്ക്ക് ഒക്കത്തില്ലല്ലോ. ജീവിതകാലം മുഴുവൻ സമർപ്പിച്ചവനെ, തന്നല്ല ദൈവശബ്ദം കേൾക്കാൻ കാത് തുറന്നിരുന്നവനെ 2 പ്രാവശ്യം വിളിച്ചു.
2 യോഗ്യതയാണ് ഞാൻ കണ്ടത്. ഏലി പ്രവാചകൻ. ആ ഏലി പ്രവാചകന് ചെവി തുറന്നിട്ടില്ലായിരുന്നു. ചെവി തുറന്നവനെയും ജീവിതം കംപ്ലീറ്റ് പരിപൂർണമായിട്ട് സമർപ്പിച്ചവനെയും. 5 മാർത്തേ ലൂക്കോസ് 10:38 മുതൽ 42 വരെ. എന്താണ് മാർത്തയുടെ പ്രത്യേകത? വളരെ വേദപുസ്തകം പഠിക്കുക, വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് ആരുമില്ലാതെ വിഷമിച്ചവളെ വിളിച്ചു. അവളൊരു ഹാർഡ് വർക്കറായിരുന്നു. നമ്മളിച്ചിരി ന്യൂനവശമൊക്കെ വേണമെങ്കിൽ പറയാം, പക്ഷെ ഞാനിവിടെ പ്ലസ് പോയിന്റ് കണ്ടതാണ്. എന്താണ്? ഹാർഡ് വർക്ക്. വേറെ ആരും വന്നില്ലെങ്കിലും എനിക്ക് ഈ വേല ചെയ്യണം. എൻ്റെ വിചാരം ഞാനൊരു ഹാർഡ് വർക്കറാണെന്ന്. ഇന്നും എഴുന്നേറ്റു 4:55 കിടക്കാൻ പോയത് 11 മണിക്കാണ്. അതും യാത്ര ചെയ്ത് വന്നതാണ്. പ്രസംഗിച്ചിട്ട് വൈകുന്നേരം പ്രസംഗിച്ചിട്ട് വന്നതാണ്. എന്നിട്ടും 5 മണിക്ക് അലാറം വെച്ചിരിക്കുകയാണ്. 4:55 എഴുന്നേറ്റു, പ്രാർത്ഥിച്ചു, വേദപുസ്തകം എടുത്ത് സന്ദേശം ഉണ്ടാക്കി. എൻ്റെ വിചാരം ഞാൻ 8:30 വരെ, രാത്രി 8:30 വരെ ഞാൻ വീട്ടിലാണെങ്കിലും ജോലി ചെയ്യും. എന്തെങ്കിലും വേദപുസ്തകം വായിക്കും, അല്ലെങ്കിൽ വേറൊരു പുസ്തകം വായിക്കും, എഴുതും, എന്തെങ്കിലും. ഞാൻ വെറുതെ ഇരിക്കത്തില്ല. ഒരു ദിവസം ഞാനും എല്ലാം കൂടി ഇരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് വണ്ടി വരണം. അപ്പോൾ ഓഫീസിൽ നിന്ന് വണ്ടി വരാൻ 10 മിനിറ്റുണ്ട്. ഞാൻ വെറുതെ അവിടെ ഇരിക്കുകയാണ്. അന്നേരം എൻ്റെ മോള് എൻ്റെ വന്ന് പറയാ, ഡാഡി വെറുതെ ഇരിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാനൊന്ന് കാണുന്നത്. എൻ്റെ കൂടെ താമസിക്കുന്ന എൻ്റെ മോള് പറയുകയാണ്, നിങ്ങളും ഈ സ്വഭാവം ഉണ്ടാക്കിയെടുക്കണം. ബി എ ഹാർഡ് വർക്കർ. ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തപ്പോൾ, എവിടെയായിരുന്നു, പുനലൂർ ക്ലാസ് എടുത്തപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, സക്സസ് എന്നുള്ളതിന് സ്പെല്ലിങ് പറയാമോ? ഇവിടെയും ചോദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചോദിച്ചാൽ നിങ്ങളെല്ലാവരും പറയുന്ന സ്പെല്ലിങ് തെറ്റായിരിക്കും. അപ്പോൾ ഒരു കൊച്ചു പറഞ്ഞു, ഒരു ആൺകൊച്ചൻ പറഞ്ഞു SUCCESS, തെറ്റ്. അത് കഴിഞ്ഞ് വേറൊരു പെങ്കൊച്ച്, കൊയറിനകത്തുണ്ടായിരുന്ന പെങ്കൊച്ച്, ആ പെങ്കൊച്ച് കേട്ടില്ല, ചെറുപ്പക്കാരൻ എന്തോ പറഞ്ഞു. ആ പെങ്കൊച്ച് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു SUCCESS. ഞാൻ പറഞ്ഞു രണ്ടും തെറ്റ്, ഇരിക്കുക. എന്നിട്ട് 2 പേർക്ക് ഓരോ പേന കൊടുത്തു. ഞാൻ പറഞ്ഞു തരാം, സക്സസ് എന്നുള്ളതിന് എൻ്റെ സ്പെല്ലിങ് എൻ്റെ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്കറിയാം. HARDWORK, ഹാർഡ് വർക്ക്. യു ഡു ഹാർഡ് വർക്ക്, ഗോഡ് വിൽ മേക്ക് യു എ സക്സസ്ഫുൾ പേഴ്സൺ. എന്ത് ചെയ്തിരുന്നാലും ഞാൻ എൻ്റെ ജീവിതത്തിനകത്തെത്തി. ഞാൻ അങ്ങനെ അല്ല. ഞാനൊരു ലേസി ഫെലോ ആയിരുന്നു. സാധാരണ ലേസിയൊന്നുമല്ല. എൻ്റെ പപ്പ എന്നെ ശപിച്ചിട്ടുണ്ട്. എൻ്റെയൊക്കെ പറഞ്ഞിടാ, കൈയെടുത്ത് മെയ് ചൊറിയാത്തവനെ, ഞങ്ങളുടെ നാട്ടിൽ ഒരു പറച്ചിലാണ്. എന്ന് വെച്ചാൽ പുറം ചൊറിയണമെങ്കിലും പെക്കന്മാരുടെ വന്ന് ചൊറിഞ്ഞടി. എന്നെക്കൊണ്ട് കൈ എത്താഞ്ഞിട്ടല്ല, അയ്യ, ഒരു ജോലിയും ചെയ്യാത്ത മനുഷ്യൻ. പക്ഷേ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവം അനുഗ്രഹിച്ചവരെല്ലാവരും ഹാർഡ് വർക്കേഴ്സായിരുന്നു. പിന്നെ ഞാൻ പട്ടാളത്തിൽ കയറിയപ്പോഴും എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ ഹാർഡ് വർക്ക് ചെയ്താൽ പണിഷ്മെൻറ്റ് കുറച്ചേ കിട്ടത്തുള്ളൂ. എനിക്ക് വാസ്തവത്തിൽ എൻ്റെ ജോലിക്കകത്ത് ഒരിക്കലും എനിക്ക് ശിക്ഷ കിട്ടിയിട്ടില്ല. അത് വലിയ പ്രയാസമാണ്. പട്ടാളത്തിൽ അങ്ങനെ ആയിരിക്കത്തില്ല. മറ്റു കാര്യത്തിനകത്തൊക്കെ പണിഷ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ധിക്കരിച്ചു, സംസാരിച്ചു. പക്ഷേ എൻ്റെ ജോലിയിൽ, അത് പരേഡിനകത്തായിരിക്കാം, ഓടുന്നതിനകത്തായിരിക്കാം, 6 മാസം ഓടണം, ട്രെയിനിങ്ങാണ്. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, നിങ്ങളും ഒരു ഹാർഡ് വർക്കർ ആയിരിക്കണം. നിങ്ങളുടെ മക്കളെയും ഹാർഡ് വർക്കർ ആക്കിയിരിക്കണം. മാർത്ത ഹാർഡ് വർക്ക് ചെയ്യുന്ന, വേറെ ആരും സഹായിക്കണം, എന്നിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നതായിരിക്കും. വേറെ ആരും ചെയ്തില്ലെങ്കിലും നീ ഹാർഡ് വർക്ക് ചെയ്യണം. 6 ശിമോനെ ലൂക്കോസ് 22:31 മുതൽ 32 വരെ പത്രോസിനെ വിളിച്ചതാണ്. എങ്ങനെ യേശു പറഞ്ഞത്? ശിമോനെ സാത്താൻ നിങ്ങളെ എന്ന് വെച്ചാൽ 12 ശിഷ്യന്മാരെയും ഗോതമ്പ് പോലെ പാറ്റേണ്ടതിനെ കൽപ്പന ചോദിച്ചു. ഞാനോ നിൻ്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. എന്താണ് ഞാൻ അവിടെ പത്രോസിൽ അവിടെ കണ്ട ഗുണം? പിശാച് നിങ്ങളെ എന്നെയും നിന്നെയും പിശാച് പാറ്റാൻ നോക്കും. സകലരെയും, പത്രോസിനെയും ബാക്കി അപ്പോസ്തലന്മാരെ നോക്കിയാൽ നമ്മളെ വിടുവോ? ഇല്ല, സകലരെയും. ഇന്ന് ചർച്ചിൽ പോകണ്ട, ഇന്ന് ഓൺലൈനിൽ കണ്ടാൽ മതി. എന്നിട്ട് എന്ത് കൊടുക്കും? നമ്മൾ ഫോൺ എടുത്തിട്ട് ഓൺലൈൻ വെക്കും. എന്നിട്ട് അടുക്കളയിൽ പോയിട്ട്, ഓൺലൈനില്ല, അടുക്കളയിൽ പോയിട്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നത് ഓൺലൈനിലാണ്. എന്നിട്ട് കുളിക്കാൻ പോവും, അതും ഓൺലൈനിലാണ്. ഭർത്താവാണെങ്കിൽ മനോരമ പത്രം വായിക്കുന്നത്, അല്ലെങ്കിൽ മാതൃഭൂമി വായിക്കുന്നത്, അതും ഓൺലൈനിലാണ്. ഫോണിനകത്തിരിക്കുക.
പാസ്റ്റർ ചോദിച്ചാൽ പറയാം, ഞാൻ ഓൺലൈനിലായിരുന്നു. ചുമ്മാ കള്ളം പറഞ്ഞ. പിശാച് നിന്നെ പാറ്റാൻ നോക്കും. ദശാംശം കൊടുക്കുന്ന സ്വഭാവമുണ്ട്. പക്ഷെ ഒരു മാസം വിചാരിച്ചോ, ഈ മാസം കൊടുക്കുന്നില്ല, ദൈവത്തിനറിയാം കൊടുത്തില്ലെന്നറിയാം. ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അപ്പോസ്തല, പാസ്റ്ററെ, സൺഡേ സ്കൂൾ ടീച്ചറെ, വിശ്വാസി നിന്നെയും പാറ്റാൻ ശ്രമിക്കും. എന്നിട്ട് പറയാണ്, ശിമോനെ നിനക്കൊരു ജോലിയുണ്ടാ. നിങ്ങളെല്ലാവരെയും പാറ്റാൻ നോക്കുമ്പോൾ നീ മറ്റുള്ളവരെ ഉറപ്പിക്കണം. നിങ്ങൾക്ക് ഈ സ്വഭാവം ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ വീട്ടിലുള്ളവരെ, നിങ്ങളുടെ ഭർത്താവിനെ, നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ കൊച്ചുമക്കളെ നിങ്ങൾ ഉറപ്പിക്കണം. ഞാൻ നിരാശനാവുന്ന മനുഷ്യനാണ്, വളരെ വേഗത്തിൽ നിരാശനാവും. പക്ഷേ എൻ്റെ നിരാശ 3 മിനിറ്റേ കാണത്തുള്ളൂ, പോട്ടെ 2 മിനിറ്റേ കാണത്തുള്ളൂ, അതും ചിലപ്പോൾ കാണത്തില്ല. അതിനകത്ത് ഞാൻ പെട്ടെന്ന് തന്നെ 10 വാക്യം ഓർക്കുമ്പോൾ എൻ്റെ നിരാശയെല്ലാം അങ്ങ് പോകും. 10 വാക്യം ഓർത്തിട്ട് ഞാനങ്ങ് പറയും. പക്ഷെ ഒരു ദിവസം ഞാൻ നിരാശനായി. പകലിൽ നിരാശനായിരുന്നു, രാത്രിയും നിരാശനാണ്. ആഹാരം കഴിക്കുമ്പോഴും ലില്ലിയും മക്കളും ശ്രദ്ധിച്ചു. എന്നിട്ട് ഞാനൊരു പാട്ടുകൂടെ പാടി. ഐ ഡോണ്ട് വാണ്ട് ടു പ്രീച്ച്. ഇംഗ്ലീഷിലാണ് പാടി, എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതങ്ങാണ്ട് ടെലിവിഷനകത്ത് അങ്ങോട്ട് കണ്ടതിൻ്റെ ഒരു ബാക്കി. അല്ലെങ്കിൽ ഞാൻ പാട്ട് എഴുതുന്നവനല്ല, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പാട്ട് എനിക്ക് ഒട്ടും അറിയത്തില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് ടു പ്രീച്ച്. എൻ്റെ മക്കളെല്ലാം പെട്ടെന്ന് തന്നെ നോക്കി. എൻ്റെ വായിൽ നിന്ന് വരുന്നൊരു വാക്കല്ലത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആഹാരം കഴിയുമ്പോൾ പോയി കുളിച്ചു വെച്ച് ഒന്ന് കട്ടിലിൽ മലന്ന് കിടക്കുകയാണ്. ഞാൻ സൈഡിലാണ് സാറിന് തിരിഞ്ഞ് കിടക്കുന്നത്. അന്ന് മലന്ന് കിടക്കുകയാണ്. ലില്ലി വന്നു, എൻ്റെ അടുക്കളോട്ടിരുന്നു. ഭാര്യയാണല്ലോ. എൻ്റെ നെഞ്ചത്തൂടെ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു, യു ആർ നോട്ട് ആൻ ഓർഡിനറി. ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. ചിലപ്പോൾ ഞാൻ പാട്ട് പാടി എന്നോടായിരിക്കും അങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞത്. യു ആർ നോട്ട് ആൻ ഓർഡിനറി പേഴ്സൺ. യു ആർ എ ഹീറോ. യു ആർ കാൾഡ് ബൈ ഗോഡ്. യു കനോട്ട് ബി ലൈക്ക് ദിസ്. ഒരു 5 മിനിറ്റാണ് അങ്ങ് പ്രസംഗിച്ചു. ഞാൻ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, അവൻ നല്ലവനല്ലോ, അവൻ്റെ കൃപ എന്നേക്കുമുള്ളതാ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതാ, അവൻ്റെ സാന്നിധ്യം എന്നേക്കുമുള്ളതാ. ഹല്ലേലൂയ. നിൻ്റെ വീട്ടിലുള്ളവർ, ഇനിയും പറയുന്നത് ഇവിടെങ്കിലും എഴുതിയെടുക്കണം, നിൻ്റെ വീട്ടിലുള്ളവർ നിന്നിൽ നിന്ന് ഒരു പ്രോത്സാഹന വാക്ക് കേൾക്കാത്ത ഒരു ദിവസം ഉണ്ടാകരുത്. നിന്നിൽ നിന്നും, നിൻ്റെ വീട്ടിൽ ഓരോരുത്തരും, ഭാര്യ, ഭർത്താവ്, മരുമോൾ. അല്ല, മരുമോളുടെയൊക്കെ പറയേണ്ട ആവശ്യമില്ല, അവിടേക്ക് എന്നാ പറയുന്നത്, നമ്മുടെ മക്കളുടെയൊക്കെ പറഞ്ഞാൽ മതി. ഇല്ലയോ? എറണാകുളത്തുകാർ മരുമക്കളുടെയൊക്കെ പറയുമെന്ന് എനിക്കറിയാം. ഞാൻ ഞങ്ങളുടെ നാട്ടിലെ കാര്യം പറയാം. നിൻ്റെ വീട്ടിലുള്ള സകലരും, നിൻ്റെ വീട്ടിൽ വേലക്കാരുണ്ടെങ്കിൽ അവർ വരെ ഒരു പ്രോത്സാഹന വാക്ക് കേൾക്കണം, ഒരു പ്രോത്സാഹന വാക്ക് കേൾക്കണം. ഹല്ലേലൂയ. 7ാമത്തെ ആള് ശൗലേ. പുതിയ നിയമത്തിൽ ഒന്നേ ഉള്ളൂ, അല്ല മാർത്തയുണ്ടല്ലേ. ശൗലേ അപ്പോസ്തല പ്രവൃത്തി 9-ാമത്തെ അധ്യായം. മഹാപുരോഹിതൻ അനന്യാസും കയ്യപ്പാവിൻ്റെ കയ്യിൽ നിന്നും ശൗലെന്ന് പറയുന്ന യഹൂദ ഉഗ്രവാദി, അല്ലെങ്കിൽ തീഷ്ണതയുള്ളവെന്ന് പറയുന്ന കുറച്ചുകൂടെ നല്ല വാക്ക്. ഉഗ്രവാദിയല്ല, തീഷ്ണതയുള്ളവൻ. തീഷ്ണത നല്ലതാണ്, അതിതീഷ്ണത നല്ലതല്ല. അത് പെന്തിക്കോസുകാർക്കായാലും ക്രിസ്ത്യാനിയാണെങ്കിലും അക്രൈസ്തവനാണെങ്കിലും അതിതീഷ്ണതയായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉഗ്രവാദികളാവും. പിന്നെ ദൈവം പറഞ്ഞു നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിക്കും, അല്ലേ? അപ്പം നമ്മുടെ തീഷ്ണത അതിതീഷ്ണതയായിട്ട് മാറരുത്. അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അവൻ കൊലയും ഭീഷണിയും കണ്ടോ അതിതീഷ്ണതയായിട്ട് മാറി. ഈ മാർഗക്കാരെ വല്ലവരും ഉണ്ടെങ്കിൽ അവരെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരണം. മതത്തിലുള്ളവരെ അല്ല, ഈ വിശ്വാസത്തിലുള്ളവരുമല്ല, ഈ മാർഗക്കാരെ. പണ്ട് ക്രിസ്ത്യാനികളെ യഹൂദന്മാരെ വിളിച്ചുകൊണ്ടിരുന്നത് ഈ മാർഗക്കാരെന്ന്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് ഈ മാർഗക്കളിയൊക്കെ വന്ന് എനിക്കറിഞ്ഞുകൂടാ കേട്ടോ, ഞാൻ ഊഹം പറഞ്ഞതേ ഉള്ളൂ. ഈ മാർഗക്കാർ, പീപ്പിൾ ഓഫ് ദിസ് വേ, അതായിരിക്കണം നമ്മുടെ പേര്. പെന്തിക്കോസുകാരെന്നായിരിക്കരുത്, മർത്തോമക്കാരെന്നായിരിക്കരുത്, കത്തോലിക്കരെന്നായിരിക്കരുത്. നമ്മളൊരു മാർഗം. ഏത് മാർഗം? യേശുവിൻ്റെ മാർഗം. യേശുവിൻ്റെ മാർഗം കണ്ടാൽ അവരെ പിടിച്ചു കെട്ടാനായിട്ട് മഹാപുരോഹിതൻ്റെ, ഏത് മഹാപുരോഹിതനെന്ന് അറിയാൻ വയ്യ. അന്ന് 2 മഹാപുരോഹിതന്മാരുണ്ട്. ഒരു മഹാപുരോഹിതനെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ സഭ, പഴയ നിയമത്തിലെ സഭ അത് ചീത്തയായപ്പോൾ 2 പേരായി. ഒരാൾ അന്നാസ്, മറ്റേ ആൾ കയ്യപ്പാവ്. അവരുടെ ആരിൽ നിന്നോ എഴുത്തും വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. വലിയ ആരെയും കണ്ടാൽ പിടിച്ചു കെട്ടിക്കൊണ്ട് വരാണ്. ദമസ്കോസിനെ സമീപിച്ചപ്പോൾ, ഇത് പലസ്തീനിലാണ്,
360 കിലോമീറ്ററാണ് നടന്നത്. ഇവിടുന്ന് പോയാൽ 360 കിലോമീറ്റർ ഉണ്ടെങ്കിൽ എവിടെ വരെ പോകും? തിരുവനന്തപുരം, ബാംഗ്ലൂർ വരെ അല്ലേ? ഇത്രയും ദൂരം നടന്നു, അതിവേഗത്തിൽ നടക്കുകയാണ്. എല്ലാവരും കുതിരപ്പുറത്താണോ പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, അല്ലേ? കൂടുതൽ പട്ടാളമുണ്ട്, ഏകദേശം 30 പേരുടെ ഒരു പട്ടാളം എൻ്റെ കൂടെയുണ്ട്. അവരെല്ലാവരും കൂടി 360. ഞാനൊരു ചരിത്ര പുസ്തകത്തിനകത്ത് വായിച്ചത്, പൗലോസ് വാക്കുള്ളൂ, നടക്കും ശൗല, നടക്കും, എളുപ്പം നടക്കും, എളുപ്പം നടക്കും, നമുക്ക് കഴിയുന്നത്ര ആളുകളെ പിടിക്കണം. അവനൊരു അതിതീഷ്ണതയുള്ള മനുഷ്യനായിരുന്നു. നമുക്കും അതിതീഷ്ണത എക്സ്ട്രീമിസമാകാതെ സൂക്ഷിച്ചാൽ നല്ലതാണ്. ദൈവം എന്തുകൊണ്ടാണ് അവൻ 2 പ്രാവശ്യം വിളിച്ചത് ശൗലേ ശൗലേ എന്ന്? ഹല്ലേലൂയ. അനുസരിക്കുവാൻ മനസ്സുള്ളവനെ 2 പ്രാവശ്യം വിളിച്ചു. അനുസരിക്കാൻ മനസ്സ് എല്ലാവർക്കും സംഭവിക്കാത്തൊരു കാര്യമാണ്. അവൻ്റെ കാലത്ത് നീ ആരെയാണോ പീഡിപ്പിക്കാൻ പോകുന്നത് അവരുടെ ഇടയിലോട്ട് പോകാൻ ആർക്കും മനസ്സ് വരുമോ? ഇല്ല. അനുസരിക്കാൻ മനസ്സുള്ളവനായിരിക്കണം. മാത്രമല്ല അവൻ വീഴുന്നവനായി. അവൻ്റെ കൂടെ പോയ പട്ടാളക്കാരും വീണില്ലെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അവൻ വീഴുന്നവനായിരുന്നു. ഞാനും നീയും ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വീഴുന്നവനായിരിക്കണം. മാത്രമല്ല അവൻ നേർവീതിയിൽ പോയി താമസിച്ചവനാണ്. ഞാനും നീയും നേർവീതിയിലായിരിക്കണം നമ്മുടെ യാത്ര. ഹല്ലേലൂയ. നമുക്ക് പുറപ്പാട് പുസ്തകത്തിലേക്ക് തിരിച്ചു പോകാം. എൻ്റെ വിഷയം അവിടെയാണ്. 3-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അവനെ വിളിച്ചപ്പോൾ, മോശെ എന്ന് വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു, അടിയനിതാ. ഹല്ലേലൂയ. സമർപ്പിക്കാൻ മനസ്സുള്ള ഒരു മനുഷ്യൻ. വിളിച്ച ഉടനെ എന്താ വേണം എന്നല്ല ചോദിച്ചത്, അടിയൻ ഇതാ. നമ്മളും സമർപ്പിക്കാൻ മനസ്സുള്ളവരായിരിക്കണം. വലിയ പ്രയാസമാണ്. ഞാൻ ഈ പറയുന്നതൊക്കെ അനുസരിക്കാൻ വലിയ പ്രയാസമാണ്, അല്ലേ? ഉദാഹരണത്തിന്, ഒരാൾക്ക് നമ്മൾ അറിഞ്ഞു ഒരു ദൈവവേലക്കാരന് വീടില്ല. നമ്മുടെ മനസ്സിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, നിനക്ക് 45 സെൻറ്റ് ഭൂമിയുണ്ടല്ലോ, ഒരു 5 സെൻറ്റ് ആയി കൊടുത്താട്ടെ, അടിയനിതാ എന്ന് പറയാൻ പ്രയാസമായിരിക്കും. അനുസരിക്കുന്നത് വലിയ പ്രയാസമാണ്. അനുഗ്രഹം ചോദിച്ചു വാങ്ങിക്കാൻ എല്ലാവർക്കും ഇഷ്ടമുണ്ട്. ക്രിസ്തു വിരോധിയുടെ ചെന്നിട്ട് ചോദിച്ചാലും മതി, ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചാലും പറയും പ്രാർത്ഥിച്ചാട്ടെ. പക്ഷേ ഇല്ല, നമ്മൾ അനുസരിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ഞാൻ അടിയനിതാ. 5-ാമത്തെ വാക്യം. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുതെന്ന് നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക. ചില പള്ളികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ ചെരുപ്പ് ഊരിയിട്ടേ കയറാനൊക്കത്തുള്ളൂ. യാക്കോബ പള്ളിയിൽ അങ്ങനെയാണ്, കത്തോലിക്ക പള്ളിയിലും അങ്ങനെയാണ്, വേറെ ചില പള്ളികളിലൊക്കെ കാണും. പിന്നെ ചില കാർപ്പറ്റ് ഇട്ടിരിക്കുന്നുണ്ട് ഊരിക്കുന്നത്, അതല്ല ഞാൻ പറഞ്ഞ്, അവരുടെ ആചാരമായിട്ട്. പക്ഷേ അങ്ങനെ ഒരു അർത്ഥമുണ്ടെന്ന് എനിക്ക് വിചാരിക്കുന്നില്ല. പ്രാർത്ഥിക്കുമ്പം ചെരുപ്പ് ഊരണമെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പം പ്രാർത്ഥിക്കുമ്പോഴും ചെരുപ്പ് ഊരണോ? അല്ല, എൻ്റെ ഒരു ആലോചന ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒരു പ്രാവശ്യമല്ല, പലപ്പോഴും ചെരുപ്പ് ഊരിയിട്ടുണ്ട് വേദപുസ്തകത്തിൽ. എന്താണ് അതിൻ്റെ അർത്ഥം? നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്. അത് വിശുദ്ധ ഭൂമിയാണോ? അല്ല. പിന്നെന്താ കാര്യം? അവൻ അവിടെ ഉണ്ടെങ്കിൽ അത് വിശുദ്ധ ഭൂമിയാണ്. ദൈവമുണ്ടെങ്കിൽ അത് നിൻ്റെ അടുക്കളയായിരിക്കാം, നിൻ്റെ കിടക്കമുറിയായിരിക്കാം, നിൻ്റെ ഇരിപ്പുമുറിയായിരിക്കാം, ഒരു മരത്തിൻ്റെ ചുവടായിരിക്കാം. ഞാൻ വേദപുസ്തകം പഠിച്ചത് ബൈബിൾ സ്കൂളിൽ പോയിട്ടല്ല, കട്ടറ വൈഷ്ണവ് ദേവിയിൽ. ഞാൻ ഒരു മുറി താമസിക്കുകയാണ്. 12 അടി നീളം 12 അടി വീതിയുള്ള ഒരു വീടിനകത്ത്. പിന്നീട് 10 അടി നീളം 10 അടിയുള്ള മുറി വീട്ടിലോട്ട് മാറി. മറ്റിടത്ത് നിന്ന് ഇറക്കി വിട്ടപ്പം മാറിയതാണ്. അപ്പോൾ അടുത്തുള്ള ഒരു പേരത്തോട്ടം പോലീസ് ഐജിയുടെയാണ്. സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചു. ഞാൻ നിങ്ങളുടെ പേരയ്ക്കാ തിന്നത്തില്ല, കുരങ്ങ് തിന്നാലും ഞാൻ തിന്നത്തില്ല, അവിടെ പോയിരുന്നു വായിച്ചോട്ടെ. അത് സമ്മതിച്ചു. ഞാനൊരു ചാക്ക് വിരിച്ചു വെച്ച് അവിടെ ഇരുന്നു. അതെൻ്റെ വിശുദ്ധ ഭൂമിയായിരുന്നു. ഞാനും നീയും ദൈവത്തെ കണ്ടുമുട്ടുന്ന സ്ഥലം അതെവിടെയാണെങ്കിലും, ചിലപ്പോൾ ടോയ്ലറ്റ് പോലും ആകാം, അത് വിശുദ്ധ ഭൂമിയാണ്. ആ സമയത്ത് പറഞ്ഞു, നിൻ്റെ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കളയുക. എന്താ ചെരുപ്പ് ഊരാൻ പറഞ്ഞത്? ചെരുപ്പെന്ന് പറയുന്നത് അന്നത്തെ കാലത്ത്, ഇന്ന് പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട്, മറ്റ് പല മെറ്റീരിയൽസിൻ്റെ ഉണ്ട്, എനിക്കറിയാം. പക്ഷെ അന്നത്തെ കാലത്ത് മൃഗങ്ങളുടെ, ചത്ത മൃഗത്തിൻ്റെ തോലാണ്. ദൈവം പറയാണ്, ആ ചത്ത മൃഗത്തിൻ്റെ തോലുള്ള ചെരുപ്പ് ഊരിക്കളഞ്ഞാട്ടെ. നമ്മളും ദൈവത്തോട് അടുക്കുമ്പോൾ നമ്മുടെ ജീവിതം നോക്കണം. എൻ്റെയും ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും ചത്ത മൃഗമുണ്ടോ? ഏതെങ്കിലും ഒരു അവിഹിത ബന്ധമുണ്ടോ? എവിടെയെങ്കിലും തെറ്റുകളുണ്ടോ? ഏതെങ്കിലും ചത്ത മൃഗത്തിൻ്റെ തോലുണ്ടോ? ഫോണിനകത്തുണ്ടോ? കൊടുക്കൽ വാങ്ങലിനകത്തുണ്ടോ? ഞാനും ഷാജി വർഗീസും കൂടെ സംസാരിക്കുക. അതാണ് ഞങ്ങളുടെ ടീമിൻ്റെ പ്രസിഡൻ്റ്. ഇപ്പോൾ
ഞാനും അദ്ദേഹം കൂടെ സംസാരിക്കുമ്പോഴും ഇങ്ങനെ പറഞ്ഞു, ചിലർക്ക് എങ്ങനെയാണ് വൈകുന്നേരം വീട്ടിൽ ചെന്നും വെച്ച് ചില ദൈവദാസന്മാർക്കും അല്ലെങ്കിൽ വിശ്വാസികൾക്കും എങ്ങനെ വൈകുന്നേരം ചെന്ന് മുട്ടുകുത്തി സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് എന്ന് പറയാനൊക്കും എനിക്കറിഞ്ഞുകൂടാ. ആർക്കെങ്കിലും 1 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല. 1 രൂപയുടെ കാര്യം പറയാണ്. ആരോടെങ്കിലും ക്ഷമ ചോദിച്ചില്ലെങ്കിൽ എനിക്ക് ഇന്നലെ ഒരാളുടെ ഞാൻ കോപിച്ചു. ഇന്നലെ കോപിക്കാൻ കാരണമുണ്ടായിരുന്നു. അത് കഴിയുമ്പോൾ ഞാൻ ക്ഷമ ചോദിച്ചു. പ്രസംഗിക്കുന്നതിന് മുമ്പ് ഞാൻ ക്ഷമ ചോദിച്ചു. നമ്മുടെ ജീവിതത്തിനകത്ത് നോക്കണം, എവിടെയെങ്കിലും പാപം, ചത്ത മൃഗത്തിൻ്റെ തോല് ഉണ്ടോ? ഭാര്യയോടുള്ള ബന്ധത്തിൽ, മക്കളോടുള്ള ബന്ധത്തിൽ, അമ്മയപ്പനോടുള്ള ബന്ധത്തിൽ, പാസ്റ്ററോടുള്ള ബന്ധത്തിൽ, വേറൊരാളുടെ ബന്ധം, എവിടെയെങ്കിലും ചത്ത മൃഗം ഉണ്ടായോ? 6, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും, ദൈവത്തിൻ്റെ ക്വാളിഫിക്കേഷൻ പറയാണ്, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിൻ്റെ പിതാവിൻ്റെ ദൈവമാകുന്നു. അവരെല്ലാം ദൈവം ഒന്നിച്ചു കാണുകയാണ്. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, അവർ നിൻ്റെ പിതാവിൻ്റെ ദൈവമാകുന്നു. ഹല്ലേലൂയ. മോശയുടെ ദൈവത്തെ നോക്കുവാൻ ഹല്ലേലൂയ ഭയപ്പെട്ടു. 14-ാമത്തെ വാക്യം കൂടെ വായിക്കാം. ദൈവത്തിൻ്റെ ഗുണം പറയാണ്. അതിന് ദൈവം മോശയോട് ഞാനാകും. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞുടനെ പറഞ്ഞു, അതുകൊണ്ട് നീ പോകണം, നിൻ്റെ വടിയൊക്കെ താഴെ ഇട്ടും വെച്ച് നീ പോകണം, നിൻ്റെ ആട്ടിനെ തീറ്റത്തെ പണിയെല്ലാം നിർത്തിട്ട് പോകണം. വേറെ ആരും പോകത്തില്ല. എവിടോട്ടാണ് പോകുന്നത്? അവനെ കൊല്ലാൻ നോക്കിയ രാജാവിൻ്റെ അടുക്കോട്ടാണ്. ആരെങ്കിലും പോകും? ഇല്ല. പക്ഷെ അവൻ അനുസരിക്കുന്നവനായിരുന്നു. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, നിങ്ങൾക്കും അനുസരിക്കാൻ പ്രയാസമുണ്ടെങ്കിലും പോണം, കൊടുക്കാൻ പ്രയാസമുണ്ടെങ്കിൽ തോന്നുന്നു. ഒത്തിരി പേരും ദൈവം പറഞ്ഞെന്ന് പറഞ്ഞ് ചുമ്മാ പറയാം, തോന്നുന്നത് പറയാം. തോന്നുന്നത് പലതും ദൈവം തോന്നിക്കും, പിശാചും തോന്നിക്കും. തെളിവ് തരാം, ഞാൻ വേദോത്വത്തിൽ തരാം, അല്ലാതെ തരാം. അതുകൊണ്ട് ദൈവം പറഞ്ഞതാണെങ്കിൽ വേറെ 2-3 സാക്ഷികളാൽ ഉറപ്പുവരുത്തണം. ദൈവം പറഞ്ഞാണെങ്കിൽ ചിലപ്പോൾ ഒറ്റയ്ക്ക് കേട്ടതായിരിക്കാം, റേമ കേട്ടതായിരിക്കാം. ജോലി രാജിവെക്കാൻ എൻ്റെ ദൈവം പറഞ്ഞത് വേറെ ആരും പറഞ്ഞില്ല, ഒരാൾ പോലും പറഞ്ഞില്ല, എൻ്റെ പാസ്റ്റർ പോലും പറഞ്ഞില്ല. നാട്ടിൽ വന്നിട്ട് ഞാനൊരു പ്രവാചകനെ കണ്ടു. അതിനുവേണ്ടി കണ്ടതല്ല, അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ പറഞ്ഞു. അല്ലാതെ ഞാൻ പ്രവാചകന്മാരെ അന്വേഷിച്ച് പോയിട്ടില്ല ഇതുവരെ. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോഴും അദ്ദേഹം എൻ്റെയൊക്കെ പറഞ്ഞു. അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, എൻ്റെ പപ്പായുടെ സ്റ്റാറ്റസ് അറിയാം. എൻ്റെയൊക്കെ പറഞ്ഞു, കുഞ്ഞെ നീ നല്ല കുടുംബത്തിൽ ജനിച്ചതാ, സുവിശേഷ വിലയെന്ന് പറഞ്ഞാൽ പട്ടിണിയാണ്, 55 വർഷത്തിന് മുമ്പ് പട്ടിണിയാണ്. നിൻ്റെയൊക്കെ സുവിശേഷ വില ജോലി രാജിവെക്കാനും ഞാൻ പറയത്തില്ല, രാജിവെക്കരുതെന്നും പറയരുത്. കാരണം ദൈവം നിന്നെ വിളിച്ചെങ്കിൽ നീ പോകാതിരുന്നാൽ നിനക്ക് അടി കിട്ടും. അപ്പോൾ എനിക്ക് വേറെ ഒരുറപ്പും ഇല്ലായിരുന്നു. പക്ഷെ ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന ആത്മഭാരം എൻ്റെ വിളിയായിരുന്നു. പക്ഷെ ബാക്കിയുള്ള കാര്യത്തിന് ഒക്കെ 2-3 പേരെടുക്കൽ അഭിപ്രായം ചോദിക്കുന്നതല്ല, 2-3 സാക്ഷികളാൽ. വേറൊരു ഉദാഹരണം പറയാം. കട്ടറായിപ്പോയി, സഭയായി, അവിടുന്ന് 10-ാം കോട്ടയ്ക്ക് പോകണം. എൻ്റെ 1-2 പേര് സമ്മതിച്ചു, എൻ്റെ ലീഡർമാർ സമ്മതിച്ചു, ഈപ്പച്ചൻ സമ്മതിച്ചു, മാത്യു ജോർജ് സമ്മതിച്ചു. അവരെല്ലാവരും കൂടെ പറഞ്ഞു ശരിയാ 10-ാം കോട്ടയ്ക്ക് മാറണം. കാരണം ഒരു ബൈബിൾ കോളേജ് തുടങ്ങാൻ കട്ടറ നല്ല, കാശ്മീർ നല്ല സ്ഥലമല്ല, അങ്ങോട്ട് മാറിയാട്ടെ. അവിടുന്ന് ഡൽഹിക്ക് പോകണം. ലീഡർമാരെല്ലാവരും സമ്മതിച്ചു പോകണം. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തോന്നി വേറെ ആരും അതിന് സഹകരിക്കുന്നില്ലെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്ത ആൾ, ഭാര്യയാകാം, ഭർത്താവാകാം, പാസ്റ്ററാകാം, 2-3 പേരുടെ കാര്യത്തിനകത്ത് ഉറപ്പ് വരുത്തണം. 14-ാമത്തെ വാക്യം വായിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, നിനക്ക് പേരുണ്ട്. എൻ്റെ വിഷയം അതല്ല. 2-3 എക്സ്ക്യൂസ് പറയുന്നുണ്ട്. എന്തോ പറയുന്നത്, മുടന്തൻ ന്യായം. അങ്ങനുണ്ട്, ഇങ്ങനുണ്ട്, എന്നെ കൊണ്ടൊക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം പറഞ്ഞ ഒരു മുടന്തൻ ന്യായമാണ്. എൻ്റെ പേരെന്തോ, നിനക്കെന്തോ പേര്? അന്നേരം ദൈവം പറഞ്ഞ പേരാണ്. എൻ്റെ ദൈവം ആരാണ്? അതാണ് എൻ്റെ വിഷയം. എൻ്റെ യേശു ആരാണ്? അതാണ് വിഷയം. 14. അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് ഉള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കൾ, ഞാനാകുന്നവൻ ഞാനാകുന്നു. എൻ്റെ 2-ാമത്തെ മകൾ ഗ്രേസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്, ഇവിടെ എൻ്റെ കൂടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ട്. അവൾ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്, പഴയ നിയമത്തിൻ്റെ ഒരു ടീച്ചറായിരുന്നു, സ്റ്റുഡൻ്റായിരുന്നു, ടീച്ചറുമായിരുന്നു, ബൈബിൾ കോളേജ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ജോലി സൈക്കോളജിസ്റ്റാണ്. അവളാണ് എൻ്റെ ഒരു ദിവസം എൻ്റെ പറഞ്ഞു, എനിക്കറിയാവുന്ന ഒരു കാര്യം കുറച്ചുകൂടെ വിശാലമായിട്ട് പറഞ്ഞു. ഡാഡിക്കറിയാമോ, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാന്ന് പറഞ്ഞ് എനിക്കറിയാം. എന്നെ പഠിപ്പിച്ചത് അവൾ പറഞ്ഞു,
ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ എന്തായിരിക്കണമോ ഞാൻ അതാകുന്നു. ഞാൻ രോഗശാന്തി തരുന്നവനാണെന്ന് നിനക്ക് വേണം ആവശ്യമുണ്ടെങ്കിൽ ഞാനതാകുന്നു. നിനക്ക് ബുദ്ധി തരണമെന്ന് ആഗ്രഹമുള്ളവനാണെങ്കിൽ ഞാനതാകുന്നു. നിനക്ക് മക്കളെ തരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാനതാകുന്നു. നിൻ്റെ കുടുംബജീവിതം നേരെയാക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാനാകുന്നവൻ നീ എന്തായിരിക്കണമെന്ന് എന്നെപ്പറ്റി ആഗ്രഹിക്കുന്നു അതാകുന്നു. എൻ്റെ വിഷയം എന്താണ്? എനിക്കും നിനക്കും ഒരു നിത്യമായ വിജയജീവിതം സാധ്യമാണ്. കാരണം എൻ്റെ ദൈവം ആരാണ്? ഞാനാകുന്നവൻ ഞാനാകുന്നു. ഹല്ലേലൂയ. 4-ാം അധ്യായത്തിൻ്റെ 20 വായിക്കാം. 4-ാം അധ്യായത്തിൻ്റെ 20. അങ്ങനെ മോശ തൻ്റെ ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടി കഴുതപ്പുറത്ത് കയറ്റി മിസ്രയീം ദേശത്തേക്ക് പോയി മടങ്ങി. ദൈവത്തിൻ്റെ വടിയും മോശ കയ്യിലെടുത്തു. മോശയുടെ വേറൊരു ഗുണം ഞാൻ കണ്ടതാണ്. അവൻ്റെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു. അത് കാട്ടുകമ്പ, അല്ലാതെ നമ്മൾ കാണിക്കുന്ന പോലെ വാക്കിംഗ് സ്റ്റിക്കൊന്നും അല്ല, കാട്ടുകമ്പാണ്. അന്ന് കാട്ടുകമ്പെടുത്തോണ്ട് നമ്മളിപ്പോഴും കാട്ടുകമ്പെടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വിലയില്ലാത്തതാണ്. പക്ഷേ ദൈവം ചോദിച്ചു, നിൻ്റെ കയ്യിൽ എന്തോ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിൽ അവൻ്റെ കയ്യിൽ വേറെ പല സാധനങ്ങളും ഉണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ എണ്ണയുണ്ടായിരുന്നു. ആട്ടിടയൻ്റെ എപ്പോഴും എണ്ണ കാണും. കൊമ്പിനകത്ത് എണ്ണ സൂക്ഷിച്ചേക്കും. ഒരാടിന് അസുഖം വീണം മുറിഞ്ഞാൽ ഉടനെ എണ്ണ പുരട്ടണം. അവന് ഒത്തിരി വിശന്ന് പോയി ഒന്നും കഴിക്കാനില്ലെങ്കിലും എണ്ണ എടുത്ത് കുടിക്കാം. ശുദ്ധമായ എണ്ണ ഏത് എണ്ണയും കുടിക്കാം. കടുകെണ്ണയും കുടിക്കാം, മണ്ണെണ്ണ ഒഴിച്ച് ബാക്കി എല്ലാ എണ്ണയും കുടിക്കാം. അപ്പോൾ എണ്ണ അവൻ്റെ ഉണ്ടായിരുന്നു. അവൻ്റെ പുതപ്പുണ്ടായിരുന്നു. അവൻ്റെ പുതപ്പ് രാത്രി കമ്പിളിയും പകൽ അവൻ്റെ കോട്ടുമാണ്. അവൻ്റെ വേറെ പലതും ഉണ്ടായിരുന്നു. പക്ഷേ അവൻ എന്താ സമർപ്പിച്ചതെന്നറിയാമോ? അവൻ്റെ തൊഴിൽ. ആട്ടിടയന്മാർ പല ആട്ടിടയന്മാർ കാണും. പ്രധാനപ്പെട്ട ആട്ടിടയൻ, പിന്നെ കുറച്ച് ബാല്യക്കാർ. ഈ പ്രധാനപ്പെട്ട ആട്ടിടയൻ്റെ കമ്പ് വിശേഷപ്പെട്ടതായിരിക്കും. അയാളത് പിച്ചാത്തിയുണ്ട്, കൈപ്പിച്ചാത്തിയുണ്ട്. ആ പിച്ചാത്തി കൊണ്ട് അതിനൊരു മേളിലൊരു രൂപമൊക്കെ ഉണ്ടാക്കി അയാളുടെ പേരുമൊക്കെ എന്തെങ്കിലും ഒരു അടയാളം കൊടുക്കും. അവനതാണ് സമർപ്പിച്ചത്. നിങ്ങൾ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് സമർപ്പിക്കണം. ഒരു സഹോദരി എന്നെ വീട്ടിലേക്ക് പ്രാർത്ഥിക്കാൻ വിളിച്ചു വെച്ച് പറഞ്ഞതാണ്, എൻ്റെ മോൻ പാരലൈസായിട്ട് കിടക്കുക, വീണതാ, മരത്തേന്ന് വീണതാ, ഒന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ ആഗ്രഹം അവൻ ദൈവവേല ചെയ്യണമെന്നാ, വേദപുസ്തകം എടുത്തോണ്ട് പ്രസംഗിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ചുമ്മാതെ പറയാ, അവരുടെ ആഗ്രഹം സുഖമാവണമെന്നാ. എടാ, ദൈവവേല ചെയ്യണമെന്ന് ആഗ്രഹം വേറൊരുത്തനുണ്ടല്ലോ, എന്താ അവനെ വിടാത്തെ? അപ്പം ഐഡിയ കൊള്ളാം, പക്ഷെ ദൈവത്തെ കളിപ്പിക്കാനും എന്നെ കളിപ്പിക്കാനുമാണ്. നേരെ അങ്ങ് പറഞ്ഞു, നീ ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ എൻ്റെ ഒരു കുഞ്ഞിനെ വിളിക്കണമെന്ന് പറഞ്ഞാൽ ഏത് കുഞ്ഞിനെ വിളിക്കണം? ഏറ്റവും നല്ല കുഞ്ഞിനെ. ദൈവവേലയ്ക്ക് വിളിക്കുകയാണെങ്കിൽ. ഞാനൊരിക്കൽ കുന്നംകുളത്ത് ഐക്യ കൺവെൻഷൻ പ്രസംഗിക്കുക. എൻ്റെ അന്നത്തെ ഏറ്റവും വലിയ ആൾക്കൂട്ടം അതായിരുന്നു. ഒരു 10,000 പേര് കാണും. കുന്നംകുളം ഐക്യ കൺവെൻഷൻ വലിയ ഫേമസാണ്. 7,000-ന് മേളിലുണ്ട്. എന്നാൽ വർഷങ്ങൾ 1978 അല്ലെങ്കിൽ 79 എൻ്റെ പ്രസംഗത്തിൻ്റെ അവസാനത്തെ ദിവസം ഞാൻ ചലഞ്ച് ചെയ്തു. എൻ്റെ വിഷയം സുവിശേഷ വേലയ്ക്ക് പോകണം. ഞാൻ എൻ്റെ സാക്ഷിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആളുകൾ അയ്യോ എന്നൊക്കെ പറയുന്നതൊക്കെ എനിക്ക് കാണാം. അവസാനം ഞാൻ ചോദിച്ചു, ആര് വടക്കേ ഇന്ത്യക്ക് പോകാനായിട്ട് ജീവിതം സമർപ്പിക്കും? എനിക്കറിയാമായിരുന്നു ഈ 7,000 പേരുണ്ടെങ്കിൽ കുറഞ്ഞ ഒരു 100 പേരെങ്കിലും സമർപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എത്ര പേര് സമർപ്പിച്ചെന്നറിയാമോ? ഞാൻ വിചാരിച്ചു ഇനിയും ചിലപ്പോൾ എൻ്റെ തിരുവിതാംകൂർ ഭാഷ അവർക്ക് മനസ്സിലാവാഞ്ഞിട്ടാണെന്ന്. ഇല്ലയോ? തൃശ്ശൂർക്കാരുമൊക്കെ പറയുന്നത് ഈ ക്ലിപ്പ് വരിക. ആദ്യം ചിലപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഈ ക്ലിപ്പേരിയാന്ന്. ഈ ദിക്കിൽ ഇപ്പോൾ വരികയാണോ എന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ തിരുവിതാംകൂർ ഭാഷ അവർക്ക് മനസ്സിലാവാഞ്ഞിട്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ സരളമായിട്ട് പറഞ്ഞു, ആരെങ്കിലും. ഞാൻ നെഞ്ചത്തടിച്ചോട്ട് ചോദിച്ചു, ആരെങ്കിലും വടക്കേ ഇന്ത്യക്ക് വരുമോ? ഒരു കൊച്ചൻ കൈ പൊക്കി. ഞാൻ വിചാരിച്ചു എൻ്റെ ദൈവം അവൻ എന്നെ ലജ്ജിപ്പിച്ചില്ലല്ലോ. അവൻ്റെ അമ്മയും വന്ന് കൊണ്ടുപോയിക്കോ, പെന്തിക്കോസ് ചേർക്കുകയോ എന്തോ വേണേലും ചെയ്തോ. നീ ദൈവത്തിന് വേണ്ടി നിൻ്റെ മകനെ കൊടുത്താൽ, എല്ലാവരും കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, കൊടുക്കണമെന്ന് വിചാരിച്ചാൽ നല്ലത് കൊടുക്കണം. ഞാൻ വായിച്ച 4-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാട്ടെ. മോശ തൻ്റെ ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടി കഴുതപ്പുറത്ത് കയറ്റി മിസ്രയീം ദേശത്തേക്ക് മടങ്ങി. ദൈവത്തിൻ്റെ വടിയും അവൻ്റെ വടിയായിരുന്നു. പക്ഷെ ദൈവത്തിന് സമർപ്പിച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വടിയായി. ദൈവത്തിൻ്റെ വടി നിൻ്റെ കയ്യിലുണ്ടായിരിക്കണം. പഴയ നിയമത്തിൽ വടി, പുതിയ നിയമത്തിൽ അഭിഷേകം.
അന്യഭാഷ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞത്, വേണം, അത്യാവശ്യമാണ്. ഞാൻ അന്യഭാഷ പറയുന്ന കൂട്ടത്തിലാണ്. ഞാൻ മറ്റുള്ളവരെക്കാൾ കൂടുതൽ പറയുന്നുവെന്ന് അഭിമാനിക്കുന്ന വ്യക്തിയാണ്. എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല. പക്ഷേ എൻ്റെ അഭിഷേകം അന്യഭാഷയല്ല, കുലുങ്ങുന്നതല്ല, നൃത്തം ചെയ്യുന്നതല്ല. അവൻ എൻ്റെ കൂടെയുണ്ട്. അവൻ്റെ അഭിഷേകം, അത് ഞാൻ വിഷയത്തിലേക്ക് കൊണ്ടുവരാം, പിന്നീട് വരാം. എനിക്കും നിനക്കും ഹല്ലേലൂയ ദൈവത്തിൻ്റെ വടി നമ്മുടെ കയ്യിൽ നിന്ന് പോകരുത്. വേറൊരു സ്ത്രീയുടെ കട്ടിലിൻ്റെ കീഴിലായി പോകരുത്. വേറൊരു പുരുഷൻ്റെ കട്ടിലിൻ്റെ കീഴിലായി പോകരുത്. പലതും തുറന്നു പറയുകയാണ്. വേറൊരു മുറുക്കാങ്കടയുടെ വാതുക്കലായി പോകരുത്. ഒരു കള്ളുഷാപ്പിൻ്റെ വാതുക്കലായി പോകരുത്. ഒരു കൂട്ടുകാരുമായിട്ടുള്ള ചീത്തയായിട്ടുള്ള കൂട്ടുകെട്ടിനകത്ത് പോകരുത്. നമ്മുടെ കൂട്ടുകെട്ടൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു വിഷയം പറയുകയാണ്. നമുക്ക് പല വിധത്തിലുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരിക്കണം. നമ്പർ 1, പരിചയം. ഇതിനകത്ത് മുസ്ലിങ്ങൾ കാണും, ഹിന്ദുക്കൾ കാണും, നിരീശ്വരവാദികൾ കാണും, ദുർനടപ്പുകാർ കാണും, പലരും കാണും. അതൊക്കെ പരിചയക്കാരാണ്. ജോലി ചെയ്യുന്ന സ്ഥലത്ത്, അടുത്തുള്ളിടത്ത് ഒക്കെ കാണും, പരിചയക്കാരും ഒക്കെ കാണും. 2, സ്നേഹിതർ കാണും. സ്നേഹിതർ അവർ സൽസ്വഭാവികളായിരിക്കണം. ഹിസ് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൽസ്വഭാവിയായി. 3, മറ്റേ ഒരെണ്ണം വിടുന്നില്ല, ഓർമ്മ വരുന്നില്ല കേട്ടോ. 3, ഇൻറ്റിമേറ്റ് ഫ്രണ്ട്, ആത്മാർത്ഥ സുഹൃത്ത്. അതാരായിരിക്കണം? വിശ്വാസിയായിരിക്കണം. വേദപുസ്തകം വിശ്വസിക്കുന്ന വ്യക്തിയായിരിക്കണം. ക്രിസ്ത്യാനിയായി മാത്രം പോരാ, പെന്തിക്കോസുകാരനായിരുന്നു പോരാ. ഞാൻ മുമ്പേ പറഞ്ഞു, സൽസ്വഭാവിയായ ദൈവവിശ്വാസിയായിരിക്കണം. സൽസ്വഭാവികളായിട്ടുള്ള ചിലപ്പോൾ ഒരു ദൈവദാസൻ എൻ്റെ വീട്ടിൽ വന്നാൽ, എൻ്റെ താമസം താഴത്തെ നിലയിലും പണ്ട് ഓഫീസ് മേളിലുമായിരുന്നു, ഞാൻ IT-യുടെ ലീഡറായിരുന്ന കാലത്ത്. അവരവിടെ വന്നിരുന്ന് കഴിഞ്ഞും വെച്ച് എൻ്റെ വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞും വെച്ച് ഞാൻ പോട്ടെ ഒന്ന് പ്രാർത്ഥിച്ചാച്ചാട്ടെ, ഞാൻ പ്രാർത്ഥിക്കും. എന്നിട്ട് പറയും, എന്തിയെ അമ്മാമ്മ, എന്തിയെ അല്ലെങ്കിൽ ആൻറ്റി എന്തിയെ, ആ താഴെ വീട്ടിലുണ്ട്, ഒന്ന് കാണണമല്ലോ. ഞാൻ വീട്ടിൽ കൊണ്ടുപോകത്തില്ല. നമുക്കൊരു വീടേ ഉള്ളെങ്കിൽ എനിക്കത് ഓഫീസ് വേറെ ആയതുകൊണ്ട് പറ്റുന്ന. നിൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് സൽസ്വഭാവികളായിട്ടുള്ള വിശ്വാസികളായിരിക്കട്ടെ. അല്ലാത്തൊരു സ്നേഹിതരായിരിക്കണം. അത് പാസ്റ്ററായിരിക്കാം, വിശ്വാസം ആരായിരുന്നാലും അവരെ ഫ്രണ്ട് സർക്കിളിനകത്ത് വിടണം. ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ആയിരുന്നു കഴിഞ്ഞ് ആണെന്ന് പറയുന്ന ആൾ സൽസ്വഭാവിയായിരിക്കണം. വീഡിയോ കാണുന്നവർ എന്നോട് പിണങ്ങരുത് കേട്ടോ. അങ്ങനെയുള്ളവരെ ഞാൻ നിർത്തിയിട്ടുണ്ട്, വീട്ടിൽ കൊണ്ടുപോകാൻ നിർത്തിയിട്ടുണ്ട്. 1, 2, 3 പേരെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഈ ഗുണം കാണിച്ച നമ്മൾ വ്യക്തികൾക്ക്, മോശയെപ്പോലുള്ള മനുഷ്യന് അവൻ്റെ കൂടെ ദൈവം എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മൾ പുതിയ നിയമത്തിലെ വിശ്വാസി ആയതുകൊണ്ട് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ വടി, അവൻ്റെ മോശയുടെ വടി കയ്യിലുണ്ടായിരുന്നു. നമുക്ക് ദൈവം തന്നിരിക്കുന്ന അഭിഷേകം പോകരുത്. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ ഇടയ്ക്ക് പറയട്ടെ. ചിലർ പറയും, നാണ്ട കർത്താവിൻ്റെ അഭിഷക്തൻ എന്നുള്ള വാക്ക് വാസ്തവത്തിൽ യേശുവിൻ്റെ പേരാണത്. അത് നമ്മളെപ്പറ്റി പറയും. അഭിഷക്തൻ അഭിഷേകം ചെയ്ത വ്യക്തി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കുഴപ്പമില്ല. മറ്റേ അംഗക്കറി പറഞ്ഞെന്ന് വിചാരിച്ച് വലിയ തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ അടുക്കം ചിലപ്പോൾ പറയുന്നുണ്ട് അഭിഷക്തൻ വന്നിരിക്കുന്നു, ഇല്ലേ? പക്ഷേ എങ്കിലും ടെക്നിക്കലി സ്പീക്കിംഗ് അഭിഷക്തൻ എന്നുള്ള വാക്ക് യേശുവിൻ്റെ മാത്രമാണ്. ഇതാ നിന്നെ അഭിഷേകം ചെയ്ത യേശുവിൻ്റെ പിതാവായ പുത്രൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ചില ഗുണങ്ങൾ പറയാൻ പോവാണ്. വേഗത്തിൽ പറഞ്ഞു പോകാം. 1 യോഹന്നാൻ 4:4. ആരാണ് നിന്നെ അഭിഷേകം ചെയ്തത്? അവനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്, നിന്നിലുള്ളവൻ, അഭിഷേകം ചെയ്തവൻ നിന്നിലുണ്ട്, അവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഈ ലോകത്തിലുള്ളത് ആരാണ്? പിശാച്, അവൻ്റെ കൂട്ടം. അവരെക്കാളൊക്കെ ചിലർക്കൊക്കെ പിശാചിനെ വലിയ പേടിയാണ്. ഞാൻ ഒരിക്കലും ഒരു മീറ്റിങ്ങിന് പ്രസംഗിക്കുകയാണ്. ഒരു 10, 4,000, 5,000 പേരുണ്ട്. ഞങ്ങളുടെ മീറ്റിംഗല്ല, വേറെ ഒരു മീറ്റിങ്ങിന് ഞാൻ പ്രസംഗിക്കുകയാണ്. ഞാൻ പ്രസംഗിക്കാൻ അങ്ങോട്ട് നിന്നപ്പോൾ പുറകിലിരുന്ന ഒരു ആദിവാസി സ്ത്രീ, ട്രൈബൽ മിഷൻ്റെ മീറ്റിംഗാണ്, കുറച്ച് ആദിവാസികളൊക്കെ വന്നു, അങ്ങ് ചാടി അങ്ങ് എഴുന്നേറ്റു, തലമുടി അങ്ങോട്ട് പറത്തി, മുറുക്കി ചുമപ്പിച്ച പല്ലുമൊക്കെ കാണിച്ച് എൻ്റെ അടുക്കലോട്ട് വന്നു. അവരുടെ മുമ്പിലിരുന്നവരൊക്കെ അടി മാറടി ഭൂതമാ. ഈ മാറടി എന്ന് പറഞ്ഞൊരു മാലയും താലിയൊന്നും ഇല്ലാത്ത ഹല്ലേലൂയക്കാരാ. എടാ, ഈ ഭൂതത്തെ നീ എന്തിനാ പേടിക്കുന്നത്? ഭൂതത്തിന് നിന്നെയാ പേടി. നിങ്ങൾക്ക് ഭൂതത്തെ പേടിയുണ്ടോ? പേടിക്കരുത്. നിന്നിലുള്ളവൻ ധൈര്യമായിരിക്കണം. എത്ര വലിയ മന്ത്രവാദിയാണേലും മക്കളെയും പഠിപ്പിക്കണം. പേടിക്കേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല.
ഈ വെളിച്ചത്തിന് അന്ധകാരത്തെ പേടിയില്ല, അന്ധകാരത്തിന് വെളിച്ചത്തെയാണ് പേടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇതിനുള്ള 4:4 1 യോഹന്നാൻ 2 സങ്കീർത്തനം 9:1-4 വരെ. നിന്റെ വായിക്കാനൊക്കത്തില്ല. നിന്റെ മുകളിൽ അത്യുന്നതൻ്റെ ചിറകിൻ കീഴിലാണ് നീ, അവൻ നിനക്ക് മുകളിലാണ്. എന്നിലുള്ളവൻ എൻ്റെ മുകളിലുള്ളവൻ, അവൻ്റെ കൊടക്കീഴിലാണ് ഞാൻ. ഹല്ലേലൂയ. ഞാൻ എവിടെ പോയിരുന്നാലും ആ കൊട എൻ്റെ കൂടെ വരും. ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല. പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യം വീണ്ടും പറയാം. എനിക്ക് നിഴലുണ്ട് ഇവിടെ, കാരണം വെളിച്ചമുണ്ട്. ചിലപ്പോൾ ഒരു സയൻറ്റിസ്റ്റ്, ജർമ്മനിയിലെ, ഇന്ത്യയിലെ എവിടെയെങ്കിലും ഒരു സയൻറ്റിസ്റ്റ്, ശാസ്ത്രജ്ഞൻ നിഴലില്ലാത്ത ഒരു ലൈറ്റ് ഉണ്ടാക്കിയെന്ന് വരാം. ഇമ്പോസിബിൾ എന്നുള്ള വാക്ക് സയൻസിനകത്ത് നമ്മൾ വെട്ടിക്കളയേണ്ട കാലം വന്നു. എൻ്റെ നിഴല് എന്നിൽ നിന്ന് മാറ്റാൻ ഒരു ശാസ്ത്രജ്ഞന് കഴിഞ്ഞാലും എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ എന്നിൽ നിന്ന് മാറ്റാൻ സാധ്യമല്ല. അവൻ എൻ്റെ മുകളിൽ ഉണ്ട്. 3, അവൻ എനിക്ക് ചുറ്റുമുണ്ട്. സങ്കീർത്തനം 34:7. എനിക്ക് ചുറ്റും യഹോവയുടെ ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്, എനിക്ക് ചുറ്റുമുണ്ട്. 4, യഹോവ എൻ്റെ ഭവനത്തിന് ചുറ്റും തീമതിലായിട്ട് ഉണ്ട്. എൻ്റെ ഭവനത്തിന് ചുറ്റും തീമതിലായിട്ട്. എനിക്ക് പേടിയില്ല. എൻ്റെ ഭവനത്തിന് എനിക്ക് പേടിയില്ല. എൻ്റെ ഭവനത്തിനകത്ത് എന്തെങ്കിലും വരുമെന്ന് വിശദീകരിക്കുന്നില്ല, എൻ്റെ മെസ്സേജ് തീർക്കണം. 5, ദൈവിക സമാധാനം നിന്നിലുണ്ട്. ഒത്തിരി പേർക്ക് ഇല്ലെങ്കിൽ എന്തുകൊണ്ടില്ല എന്ന് കണ്ടുപിടിക്കണം. എന്തുകൊണ്ട് എനിക്ക് സമാധാനമില്ല, എൻ്റെ വീട്ടിൽ സമാധാനമില്ല? ഫിലിപ്പിയർ 4:7 പറഞ്ഞിരിക്കുകയാണ്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിന്നിൽ. അവകാശം പറഞ്ഞ് പ്രാപിച്ചെടുക്കണം സമാധാനം നിന്നിൽ. 6, യെശയ്യാവ് 49:16, നിന്നെ ദൈവം നിൻ്റെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നു. നിങ്ങളുടെ കയ്യിലൊക്കെ വരയുണ്ടോ? എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ വരയില്ല, കുറേ പടങ്ങളാണുള്ളത്. അതിനകത്ത് ഒരു പടം നീയാണ്, ഒരു പടം ഞാനാണ്, ഒരു പടം ഞാനാണ്. ഹല്ലേലൂയ. 7ാമത്തെ കാര്യം, യോഹന്നാൻ 10:29, ആരും നിന്നെ പിതാവിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കത്തില്ല. അവൻ്റെ കയ്യിൽ നിൻ്റെ പടമാണ്, അത് വലിച്ചു പറിക്കാനൊക്കത്തില്ല. ആർക്കും, ഒരു പിശാചിനും സാധ്യമല്ല, ഒരു ശത്രുവിനും സാധ്യമല്ല, പിടിച്ചു പറിക്കാൻ സാധ്യമല്ല. 8, യോഹന്നാൻ 1:12, നീ ദൈവത്തിൻ്റെ മകനാണ്, നീ ദൈവത്തിൻ്റെ മകളാണ്. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച സമയത്ത് തന്നെ നീ ദൈവത്തിൻ്റെ പൈതലായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. 9, എഫെസ്യർ 3:17 എഫെസ്യർ, യേശു നിൻ്റെ ഹൃദയത്തിലുണ്ട്. നീ യേശുവിൽ വിശ്വസിച്ച സമയത്ത് അവൻ നിൻ്റെ ഹൃദയത്തിലായി. 10, ഉത്തമഗീതം 2:4, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യങ്ങളിലൊന്ന്. ഞാൻ ആദ്യം കട്രായിലായിരിക്കുമ്പോഴാണ് ഈ വാക്യം പഠിച്ചത്. ഹല്ലേലൂയ. എൻ്റെ തലയ്ക്ക് മുകളിൽ അവൻ്റെ ജയക്കൊടിയുണ്ട്, അവൻ്റെ ജയക്കൊടിയുണ്ട്. അങ്ങനെ വാക്യം ഇങ്ങനെ പറയുന്നത്, അവൻ എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു, എന്നോടൊപ്പം നടന്ന്. കൂട്ടിക്കൊണ്ടുവന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥമെന്നറിയാം? പുറകെ നടത്തിക്കൊണ്ട് പറഞ്ഞ് നടക്കുമല്ല, എൻ്റെ കൈക്ക് പിടിച്ച് എന്നെയും കൊണ്ട് പോയെന്ന്. ഹല്ലേലൂയ. അവൻ എന്നെ കുഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുപോയി. അവൻ എൻ്റെ മേൽ ഒരു കൊടി പിടിച്ചിരുന്നു. ആ കൊടി ഏതാണ്? ഹീസ് മൈ ബിലവഡ്. അതാണ് അതിൻ്റെ അർത്ഥം. അവൻ എൻ്റെ പ്രിയയാണ്, ഇവൾ എൻ്റെ പ്രിയയാണ്. ഞാനും നീയും ആരാണ്? അവൻ്റെ കൊടി നമ്മുടെ മേലുണ്ട്. എവിടെയാണ് കൊണ്ടുപോയത്? വീഞ്ഞു വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. അതിന് ഇംഗ്ലീഷിനകത്തിരിക്കുന്നത് ബാങ്ക്വറ്റിംഗ് ഹൗസ് എന്നാണ്. അതിന് മലയാളം ഇല്ലാത്തത് കൊണ്ടാണ് വീഞ്ഞു വീട്ടിലേക്ക് പറഞ്ഞത്. വിരുന്നുശാലയിലേക്ക് കൊണ്ടുപോയി. വിരുന്നുശാല പറഞ്ഞാൽ ശരിയാവത്തില്ല, അവിടത്തേക്ക് കൊണ്ടുപോയി. അവൻ എൻ്റെ മേലൊരു കൊടി പിടിച്ചിട്ടുണ്ട്. കാണുന്നവർക്കൊക്കെ കാണാൻ ഞാൻ ആരാണ്? യേശുവിൻ്റെ ഭക്തനാണ്. ഇതാണ് നീ എന്ന് നീ അത് മനസ്സിലാക്കണം. ഈ ദൈവമാണ് നിൻ്റെ ദൈവം. അവൻ നിന്നെ ഒരിക്കലും വിട്ടുകളയത്തില്ല. അവൻ നിൻ്റെ അകത്തുണ്ട്, നിൻ്റെ മേളിലുണ്ട്, അവൻ്റെ കൈക്കകത്ത് നിൻ്റെ പടമുണ്ട്. അവൻ നിൻ്റെ മേലൊരു കൊടി പിടിച്ചിട്ടുണ്ട്. ആ കൊടിക്കകത്ത് എഴുതിയിരിക്കുന്നത് ഇതെൻ്റെ സ്നേഹമാണ്. ഹീസ് മൈ ലവ്, ഷീസ് മൈ ലവ്. അത് നിന്നെ പറ്റിയുള്ള പേരായിരിക്കട്ടെ. ഹല്ലേലൂയ. ഈ യേശു പറയുകയാണ് മർക്കോസിൻ്റെ 5:16, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്ത്. എനിക്ക് ഭയം വരുന്നു. പിന്നെ എൻ്റെ പുറത്ത് ദൈവം കൊടി പിടിച്ചിരിക്കുന്നത്, എന്താ കൊടിയാണ് പിടിച്ചിരിക്കുന്നത്? ഞാൻ അവൻ്റെ കയ്യിലാക്കണോ? ഇല്ല, വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വാസത്തിന് ശക്തിയുണ്ട്. പിശാചിനോട് സംസാരിക്കാനുള്ള ശക്തിയുണ്ട്. നിൻ്റെ ദാരിദ്ര്യത്തോട് പറയാനുള്ള ശക്തിയുണ്ട്. നിൻ്റെ ബിസിനസ് പൊളിയുന്നതിനോട് സംസാരിക്കാനുള്ള കഴിവുണ്ട്. നിൻ്റെ ദുസ്വഭാവത്തോട് പറയുവാനുള്ള കഴിവുണ്ട്. വിശ്വസിക്കുക മാത്രം, വിശ്വാസത്തോട് പറയണം. നിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ PG വർഗീസിൻ്റെ ആവശ്യമില്ല.
നിന്റെ പ്രശ്നം പരിഹരിക്കാൻ പോൾ ദിനകരൻ്റെ ആവശ്യമില്ല. നിന്റെ പ്രശ്നം പരിഹരിക്കാൻ പ്രവാചകൻ്റെ ആവശ്യമില്ല. നിന്റെ പ്രശ്നം പരിഹരിക്കാൻ ബെനിഹിൻ വരേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ 10 വാഗ്ദാനം തന്ന പിതാവായ ദൈവം, യേശുവായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, അവൻ നിന്റെ കൂടെ ഉണ്ട്. അവൻ വിശ്വസിച്ചാൽ മാത്രം മതി. അതെ, നീ വിശ്വസിച്ചാൽ മതി, നീ വിശ്വസിച്ചാൽ മതി, നീ വിശ്വസിച്ചാൽ മതി. നീ വിശ്വസിക്കാമെങ്കിൽ യേശു പറഞ്ഞു വിശ്വസിക്കുക മാത്രം ചെയ്യുക, ഭയപ്പെടരുത്, ഭയപ്പെടരുത്. നിങ്ങൾ ആരെങ്കിലും ഭയമുള്ളവരുണ്ടോ? കടഭാരത്തെപ്പറ്റി ഭയം, രോഗത്തെപ്പറ്റി ഭയം, കുടുംബജീവിതം തകർന്നു പോകുമോ എന്നുള്ള ഭയം. നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്താൽ കാര്യങ്ങൾ നേരാം. ഞാനൊരു രഹസ്യം പറയാം. പിശാചിന് നിന്നെ ഭയമാണ്, നിന്നെ ഭയമാണ് പിശാചിന്, കേട്ടോ. അവൻ നിന്നെ ഭയപ്പെടുത്താൻ ശ്രമിക്കും. അത് വാർ ടാക്ടിക്കാണ്, എന്തോ യുദ്ധത്തിൻ്റെ മുറയാണ് ഭയപ്പെടുത്താൻ. ശത്രു ഭയപ്പെട്ടാൽ, ഒരു കള്ളൻ ഒരു വീട്ടിലോട്ട് കയറി അങ്ങനെ വരുന്നറിയാം, അങ്ങോട്ട് കയറി ഗുഡ് മോർണിംഗ് സാർ എന്നും പറഞ്ഞുകൊണ്ടല്ല വരുന്നേ. കഥകം കൊടുത്താൽ നമ്മൾ പേടിക്കും. നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ ശത്രു പകുതി ജയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഭയം വരുന്ന സമയത്ത് 10 വാക്യങ്ങൾ പറയുക. അവനാണ് നിന്നെ ഭയം, അവനാണ് നിന്നെ ഭയം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ശത്രു ഭയപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ എഴുന്നേൽക്കണം. 2010 ഡിസംബറിലാണ്, 2010 15 വർഷത്തിന് മുമ്പ്, സൂക്ഷ്മം 15 വർഷത്തിന് മുമ്പ് ഡിസംബറിലാണ് ഡൽഹിയിൽ ഒരു മീറ്റിംഗ് നടന്നു. വളർന്നു വരുന്ന ദൈവദാസന്മാരുടെ ഒരു കോൺഫറൻസ്, 170 പേരുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാനാണ് പ്രസംഗിച്ചത്, അവസാനത്തെ ദിവസം ഞാൻ പ്രസംഗിച്ചു. അന്ന് ഞാൻ പ്രസംഗിച്ച വിഷയമാണ് ദാവീദും 5 കല്ലും. പുറകിൽ വിൽക്കാൻ ബുക്ക് സ്റ്റാളുണ്ടോ? പുറകിൽ കാണും, വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. അന്ന് ഞാൻ പ്രസംഗിച്ചതാണ്, ആദ്യമായിട്ട് പ്രസംഗിച്ചതാണ്. പുസ്തകം എഴുതി, പിന്നെ ഞാനത് പ്രസംഗിച്ചിട്ടുമില്ല. പുസ്തകം എഴുതി, അസാധാരണ പ്രസംഗമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അവർ പറഞ്ഞു, നാളെ അവസാനത്തെ ദിവസമാണ്, പ്രസംഗമില്ല, അപ്പം മുറിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഹോളി കമ്മ്യൂണിയൻ എന്ന് പറയും. അതിൻ്റെ ടെക്നിക്കൽ പേര് വാസ്തവത്തിൽ അപ്പം നുറുക്കുക എന്നാണ്. അപ്പം നുറുക്കലാണ്. ബ്രദറൂടെ വരണേ. ഞാൻ വരാം. ഞാൻ വീട്ടിൽ ചെന്നു. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റു. ഞാൻ ഷേവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഞാൻ രോഗിയാണ്. എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. എനിക്ക് മുഴുവൻ ഷേവ് ചെയ്യാനുള്ള ബലം ഉണ്ടായില്ല. എൻ്റെ മേൽവശം അങ്ങനെ ഷേവ് ചെയ്യുന്നതല്ല ഞാൻ. ഇവിടെയൊക്കെ അങ്ങ് ഷേവ് ചെയ്ത് അങ്ങ് നിർത്തി, അതും ഒന്ന് ഓടിച്ച് ഷേവ് ചെയ്തത്. ഇവിടെ ഷേവ് ചെയ്തില്ല. ഞാൻ ഡ്രസ്സ് ചെയ്തു. ലില്ലിയും എൻ്റെ ഇളയ മകളും ഒരുങ്ങി. ഞാൻ അവിടെയൊക്കെ പറഞ്ഞു, എനിക്ക് പോകാൻ ബലമില്ല, നിങ്ങൾ പോ. ഞാൻ ചെന്ന് കസേരയിലോട്ട് അങ്ങിരുന്നു. പപ്പ തന്നെ ഒരു ചാരു കസേരയുണ്ട്, നമ്മുടെ പഴയകാലത്തെ അപ്പച്ചന്മാരുടെ കസേര, കാലുമൊക്കെ പൊക്കി വെക്കുന്നത്. ഞാൻ അതിലോട്ട് ചെന്നങ്ങ് വീണു. ഞാൻ കാലുമൊക്കെ അവിടെ ഇരുന്നു. ഞാൻ അവിടെയൊക്കെ പറഞ്ഞു, ഞാൻ വരുന്നില്ല, നിങ്ങൾ പോ. അവർ പറഞ്ഞു, ഞങ്ങളും പോകുന്നില്ല. ഞാൻ അവിടെ ഇരുന്നു. ഒരു ദിവസം മുഴുവൻ ഞാൻ അവിടെ ഇരുന്നു. ആഹാരം കഴിച്ചോന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഒരു ദിവസം മുഴുവൻ ഇരുന്നു. എനിക്ക് ആശുപത്രി വരെ പോകാനും ബലമില്ല. അടുത്ത ദിവസം ആശുപത്രി പോയേ ഒക്കത്തുള്ളൂ. ഞാൻ ആശുപത്രിയിൽ പോയി. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് ഡോക്ടർ എന്നെ നോക്കിക്കഴിഞ്ഞു, പരിശോധിച്ചു, എൻ്റെ രക്തമെടുത്തു. അവസാനം പറഞ്ഞു, വർഗീഷ് എന്നെ വളരെ ബഹുമാനത്തോടെ നോക്കുന്ന ഒരു ഡോക്ടറാണ്. വലിയ ആശുപത്രിയല്ല, കൊച്ചാശുപത്രി. അതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. കാരണം ആ ഡോക്ടർക്ക് എൻ്റെ കഥ മുഴുവൻ അറിയാം. അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് ക്ഷയരോഗമായിരിക്കും, ഒരു 3 മാസം ഒരു ചെസ്റ്റ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ ഡബിൾ ന്യൂമോണിയയും ടൈഫോയിഡും എല്ലാം കൂടാണ്. 3 മാസം അഡ്മിറ്റ് ആവേണ്ടി വരും. എൻ്റെ രക്തമൊക്കെ എടുത്തു. ഞാനിങ്ങ് തിരികെ വന്നു. 3-ാമത്തെ ദിവസം ഞാൻ കസേര വീണ്ടും കിടക്കുകയാണ്. സാത്താൻ എൻ്റെ മുമ്പിൽ വന്നു. ഒരു രൂപം പോലെ എനിക്ക് കാണത്തുള്ളൂ, ആളിനെ കാണത്തില്ല, ഏകദേശം ഒരു രൂപം. എൻ്റെ ഒക്കെ വന്നു വെച്ച് പറഞ്ഞു, ഞാൻ കസേര കിടക്കുക, കാലുമൊക്കെ ഇങ്ങനെ പൊക്കിക്കണം. ഇന്ത്യ മുഴുവൻ കയറി ഇറങ്ങി നടക്കുമെന്ന് പറഞ്ഞു. എനിക്കൊന്ന് കാണണം. 3 മാസം അതിനകത്ത് നിൻ്റെ കച്ചവടം തീർക്കും, നീ ഇന്ത്യയിൽ എങ്ങും പോകത്തില്ല, ക്ഷയരോഗിയായിട്ട് ചുമച്ച് തുപ്പും. ഞാൻ എൻ്റെ കയ്യിലിരുന്ന ഹാൻഡ് കർച്ചീഫ് എടുത്തു. ഇതല്ല, വീട്ടിൽ ഇരിപ്പുണ്ട്, അത് കളയാതെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുക, ഒരു നീല നിറത്തിലുള്ള ഹാൻഡ് കർച്ചീഫ്. എനിക്ക് ചുമയ്ക്കണമെന്ന് തോന്നി. ഞാൻ ചുമച്ചു. ചോര ഒരു പിടി ഇത്രയും സിന്ദൂരമെടുത്ത് എറിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെ കട്ടച്ചോര.
ലില്ലി കാണരുത്, മോള് കാണരുത്. ഞാൻ എളുപ്പം ബാത്റൂമിനകത്ത് കൊണ്ടുപോയി കഴുകി, അവരാരും കാണരുത്, അവർ ദുഃഖിക്കും. ഞാൻ തിരിച്ചു വന്ന കസേരയിൽ ഇരുന്നപ്പോൾ പിശാച് എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ചിരിച്ചിട്ട് പറഞ്ഞു, നിന്നെ നീ നടക്കുന്നു എന്ന് കാണണം. ഇന്ത്യ മുഴുവൻ നടക്കുന്നില്ലേ പറഞ്ഞു, കാണട്ടെ കാണക്കുന്നത്. ഞാൻ